ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റഫ് ടു ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ ഫൈനൽ എപ്പിസോഡ് തേർഡ് സീസണിന്റെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡിക് ബ്രേക്ക് ഡൗണിലേക്ക് പോകാം. നമുക്ക് ഫൈനലി ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ 1 ആണ് ഇതിൻ്റെ ഒരു വാവ് മൂമെന്റ്. അതിനുശേഷം റെനേറയുടെ ഒരു അസെൻഷൻ ടു റെനേറ ദ ക്രൂവൽ. റെനേറ ദ ക്രൂവലിന് പകരം അവരൊരു മാഡ് ക്വീൻ ആർക്കിലേക്ക് തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഡെനേറിസിന് കിട്ടിയ പോലത്തെ ഒരു ആർക്ക് തന്നെ. ഒരു പോയിന്റ് വരെ ടു മച്ച് കെയർ ആയിരുന്നു എല്ലാവരെയും പറ്റിയിട്ട്. ഇപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി കെയർ ഇല്ലാത്ത ഒരാളായിട്ട് മാറുന്ന രീതിയിലേക്കുള്ള ഒരു ആർക്കാണ് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. പക്ഷെ കമ്പയർ ടു ഡെനേറിസിൻ്റെ ഒരു മാറ്റം മാഡ് ക്വീനിലേക്കുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റെനേറയുടെ കുറച്ചും കൂടി നല്ല രീതിയിൽ അവതരിപ്പിച്ചതായിട്ട് തോന്നി. ഐ വാസ് ജെനുവിൻലി വെയിറ്റിംഗ് ഫോർ റെനേറ ദ ക്രൂവൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജനറലി ഒരു അസംഷൻ ഉണ്ട്, ഞാൻ അങ്ങനത്തെ ഒരു ലൈനിലേക്കാണ് ഇവരിത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് വളരെ നോബിളായ, വളരെയധികം തെറ്റുകൾ ചെയ്യാത്ത ഒരാളായിട്ട് റെനേറയെ പോർട്രേ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പോയിന്റിൽ കാര്യങ്ങൾ പോയിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും എന്ത് ആക്ഷനും ഒരു ജസ്റ്റിഫിക്കേഷൻ ക്രിയേറ്റേഴ്സ് തന്നെ അവിടെ കൊടുക്കുന്നത്. ബുക്സിലെ റെനേറ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ബുക്സിലെ റെനേറയ്ക്ക് ആലിസൻ്റുമായിട്ടുള്ള ബീഫ് വളരെ വ്യത്യാസമുള്ളതാണ്. ആലിസൺ വാസ് നെവർ എ മദർ ടു ഹെർ. അതിനുശേഷം അവരുടെ മക്കളെ തള്ളിപ്പറയുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് അങ്ങോട്ട് പോവാണ് കാര്യങ്ങൾ. പക്ഷേ ഷോയിലെ റെനേറയ്ക്ക് ആലിസണിനോട് ഭയങ്കര സ്നേഹവും ഇതൊക്കെ ആയിട്ട് അതൊരു വേറെ ഡയറക്ഷനിലേക്ക്. എല്ലാ ജെൻഡറും ഈസ് ഈക്വലി കേപ്പബിൾ ഓഫ് ക്രൂവൽറ്റി. എല്ലാ ജെൻഡറും ക്യാൻ ബി ക്രൂവൽ. പക്ഷേ എല്ലാ ജെൻഡറിനും ഈവൻ ടു ബി ക്രൂവൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആർ നോട്ട് ഗിവൻ എന്ന് ഉള്ളൊരു തോട്ട് പലപ്പോഴും എനിക്കിട്ട്. ചിലപ്പോൾ തെറ്റായ തോട്ടായിരിക്കാം. നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. മേസ്റ്റർ ഓർവയിൽ എഴുന്നേപ്പിച്ചിട്ട് റെനേറയ്ക്ക് കൊടുക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഏഗോണും സൺഫെയറും മരണത്തിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു. ഏഗോൺ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, ആലിസന്റിന്റെ ഒരു ഇതായിരുന്നു ഏഗോൺ മരിച്ചു എന്നുള്ളൊരു ന്യൂസ്. കാരണം ആളുടെ ഗുഡസ് ഡെഡ് ആണല്ലോ നീ ഇങ്ങനെ പറഞ്ഞോ എന്നുള്ളത് ആലിസന്റ് പറഞ്ഞത് കേട്ട് റെനേറ ആ റൂട്ടിൽ തന്നെ പോയി. അതിപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. സൺഫെയർ പ്രിറ്റിമച്ച് റിസറക്ഷൻ ഒരു മിറാക്കിൾ പോലെ തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദിസ് വിൽ ടേൺ ഹെർ അഗെയിൻസ്റ്റ് ദ പീപ്പിൾ. കാരണം ആൾക്കാർക്കൊരു ഗുഡ് മിറാക്കിൾ സ്റ്റോറി ലാരിസ് പറഞ്ഞ പോലെ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ റെനേറേൻ്റെ എതിരെ ആൾക്കാർ ഇപ്പം തന്നെ തിരിയാൻ തുടങ്ങുന്നതായിട്ട് ആണ് കാണിക്കുന്നത്. തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഇത് കേൾക്കുമ്പോൾ ആൾ കരഞ്ഞ് ബഹളം വെച്ച് ഓടിപ്പോകുന്നത് ഡേമൻ്റെ അടുത്താണ്, മെസ്സേറിയൻ്റെ അടുത്തല്ല. ഫൈനലി അച്ഛനെ പേര് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു റെനേറയിലേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛൻ്റെ മോളാവണം, അച്ഛനെ പോലെ ഭരിക്കണം, അച്ഛൻ 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 എന്ന് പറഞ്ഞ് നടന്ന ആളപ്പോൾ എന്തായാലും അച്ഛൻ കാരനാണ് ഇതെല്ലാം കൂടി എനിക്ക് വരുത്തി വെച്ചത്. ഇങ്ങനെ എയറായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ ഒന്നും തടയാൻ വേണ്ടി ഒരു കാര്യങ്ങളും ഉണ്ടാക്കി വെക്കാണ്ട് മരിച്ചു പോയി എന്നുള്ളത് റെനേറ ഡേമണിൻ്റെ അടുത്ത് അവതരിപ്പിക്കുകയാണ്. കയ്യിൽ നിന്ന് പോവാണ്. ഡേമൺ ഒരു വലേറിയൻ സുപ്രമാസിസ്റ്റാണ്. ഡേമണ് അവർ ഒരു ബെറ്റർ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. ടാർഗേറിയൻസോ അല്ലെങ്കിൽ ഓൾ ബ്ലഡ് ഓഫ് വലേറിയൻ എന്നുള്ള ആൾക്കാർ ബെറ്റർ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്, ബെറ്റർ പീപ്പിളാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നുള്ളൊരു സുപ്രിമസി ഡേമണിന് അന്നും ഇന്നും എന്നും ഉണ്ട്. അപ്പം അതാണ് ആളിവിടെ പറയുന്നത്. ആള് പറയുന്നത് ഇത് നിന്റെ അവസാനത്തെ ടെസ്റ്റാണ്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ളൊരു മട്ടാണ് ഡേമണിന് എപ്പോഴും. ഡേമൺ ഈസ് ഓൾവേസ് ദാറ്റ് പേഴ്സൺ ഹൂ ഈസ് മോർ ഇൻ ടു ആക്ഷൻ ദാൻ ഡയലോഗ്. അങ്ങനെ 2 ഡയലോഗ് അടിക്കുമ്പോൾ തന്നെ റെനേറ ശരിയാണല്ലോ നമുക്ക് എല്ലാവരും തീർക്കാന്നുള്ള പോലെ. അപ്പോൾ റെനേറ പിന്നീട് ഹൈവലേറിയനിൽ പറയുന്ന ഒരു കാര്യം, ഹ്യൂ ഹാമറിനെ ഡ്രാഗൺ പിറ്റിൻ്റെ മുന്നിൽ സ്റ്റേഷൻ ചെയ്യാം വെർമിത്തോറിൻ്റെ കൂടെ ഒരു കിങ്സ് ലാൻഡിങ്ങിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, ഡേമണിനോട് ടംബിൾട്ടണിൽ പോയിട്ട് ഒരു വീടാന്തരം കയറി ഇറങ്ങി ഹൈ ടവർ സോൾജേഴ്സിനെ കൊല്ലാനാണ് പറയുന്നത്. അതായത് റെനേറ ഒപ്റ്റിക്സിൽ ഇപ്പോഴും വളരെ ഫോക്കസ്ഡ് ആണ്. എങ്ങനെയാണ് തൻ്റെ ഒരു അപ്പിയറൻസ് വരുന്നത് എന്നുള്ളതിൽ ഇപ്പോഴും ഫോക്കസ്ഡ് ആണ്. അത് പതുക്കെ നമുക്ക് മാറുന്നത് കാണാൻ പറ്റും വരുന്ന സീസണുകളിലെന്ന് തോന്നുന്നു. പിന്നെ പറയുന്നത്, ഇനി ഞാൻ ഏഗോണിനെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ കൊല്ലും റെനേറ എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. എന്നെ ഒരു മോൺസ്റ്റർ ആക്കരുത് എന്ന് ഡേമണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് എനിക്ക് വേണ്ടി നീ ഒരു മോൺസ്റ്റർ ആവണം, ഞാൻ പറയുന്നത് ചെയ്യണം, പക്ഷേ ഞാൻ നല്ലവളും നീ എൻ്റെ ഷാഡോയിൽ അല്ലെങ്കിൽ എൻ്റെ മോൺസ്റ്ററായിട്ട് അവതരിപ്പിക്കപ്പെടണം എന്നുള്ളൊരർത്ഥം കൂടി അതിനെനിക്ക് തോന്നി. ആൻഡ് ഡേമൺ സീംഡ് ടേൺഡ് ഓൺ ബൈ ദാറ്റ്. അതിനുശേഷം റെനേറ ബേലേനെ കാണുന്നുണ്ട്. ബേല റെനേറയോട് ചോദിക്കുന്നത്, കോർലിസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ടംബിൾട്ടണിലേക്ക് ആൾക്കാരെ അയക്കുന്നുണ്ടോ, എന്താണ് എൻ്റെ മുത്തച്ഛനെ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്. ഹൗസ് വെലാരിയൻ ഡാൻസ് ഓഫ് ദ ഡ്രാഗണിന് ശേഷം മുടിഞ്ഞു പോയൊരു ഹൗസാണ്, ഒരു വളരെ സ്മോളർ ഹൗസായിട്ട് വിലയൊന്നും ഇല്ലാത്തൊരു, കാരണം പൈസ മുഴുവൻ തീർന്നു, പൈസ മുഴുവൻ അവർ കത്തിച്ചു
ആളുടെ കാസിൽ കത്തിച്ചപ്പം പിന്നെ ഈ വാറിന് ചിലവാക്കിയ പൈസ ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേനും ക്ഷയിച്ചു പോയൊരു ഹൗസാണ് ഹൗസ് വെലാറിയൻ. എല്ലാം നഷ്ടപ്പെട്ടൊരു ഹൗസാണ് ഹൗസ് വെലാറിയൻ. അപ്പം ഇത്രയൊക്കെ കൊടുത്തിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ മുത്തച്ഛനെ തപ്പിപ്പോകുന്നില്ല എന്നുള്ളത് ബേല ചോദിക്കുകയാണ്. അപ്പം റെനേറ പറയണം, നീ ഏറ്റെടുത്ത് കാരണമാണ്. ഇപ്പം സൺഫെയറിന് നീയല്ലേ പറഞ്ഞത് പോയി നോക്കിയിട്ട് മരിച്ചു എന്ന്. ബേലിന് എന്ത് പറയാൻ പറ്റും? ബേല പോയിട്ട് മരിച്ചു കിടക്കണ ബോഡി ഓഫ് ദ ഡ്രാഗൺ പിന്നെയും പോയി കഴിക്കാനായിരുന്നു. നീ ഏറ്റെടുത്ത് കാരണമാണ്. പിന്നെ ജെസേരിസ് ബാറ്റിൽ ഓഫ് ദ കള്ളറ്റിലും മരിച്ചതിനും വളരെയധികം റെനേറ കുറ്റപ്പെടുത്തുന്നുണ്ട് ബേലേനെ. അത് കൂടാതെ വേഗാറിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിനും കുറ്റപ്പെടുത്തുന്നുണ്ട്. ബേല ഈസ് വെരി ഫാറ്റീഗ്ഡ്. ബേല ആൻഡ് ആഡം ഹാസ് ബീൻ ചേസിങ് വേഗാർ ഫോർ ലൈക്ക് വീക്സ് നൗ. അപ്പോൾ അവർ ഇത്രയും ജോലികൾ ചെയ്തിട്ടും ഇത്രയും സാക്രിഫൈസ് ചെയ്തിട്ടും ഈ സ്ത്രീക്ക് യാതൊരുവിധ വിലയും ഇല്ല എന്ന് മനസ്സിലാകും. ബേലയ്ക്ക് ജെസേറിസ് പോയത് വേറെ വലിയൊരു ലോസാണ്. ഇനി ബേലയും ആലനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുമ്പോൾ റെനേറയുടെ ഔട്ട്ബേസ്റ്റ് എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ബേല പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ള കാലം മാത്രമേ നിങ്ങൾക്ക് ആൾക്കാരെ വിലയുള്ളൂ അല്ലേ, അത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കറിവേപ്പില പോലെ വലിച്ചെറിയുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പറയുമ്പോൾ റെനേറ ഈ സ്മോൾ ആക്ട്സ് ഓഫ് അഗ്രഷൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പം ഹെലേനയുടെ കൈ പിടിക്കുക, ബേലേനെ ഇങ്ങനെ പിടിക്കുക, അങ്ങനെയൊക്കെ കാണിച്ചിട്ട് ബേലേനോട് പറയും, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ധിക്കാരം നിന്റെ ബ്ലഡ് ലൈനിലുള്ളതാണ്. അതായത് റേനേനെയും കൂടി ചേർത്തിട്ടാണ് പറയണത്. ധിക്കാരം എന്ന് പറയുമ്പോൾ വലേറിയൻ ബ്ലഡ് ലൈനിലുള്ളതാണെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്, അതോ ഡേമന്റെ മകളായതുകൊണ്ടുള്ളതാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ കച്ചറയാക്കിയിട്ട് പോവാണ് റെനേറ. പിന്നെ നമ്മൾ ആലിനെ കാണും. ആലിൻ ഡ്രിഫ്റ്റ് മാർക്ക് എന്നുള്ള ഒരു ബോട്ട് വരുന്നുണ്ട്. ചെറിയ മറ്റ് ഹൗസസ് ഉണ്ടാവുമല്ലോ, അവരൊക്കെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊരു റേവൻ അയക്കുമ്പോൾ കോർലിസ് ആണോ അയക്കണത്, ആരാ അയക്കണമെന്ന് ഇവർക്ക് അറിയില്ല. റേവൻ ആണ് കിട്ടുന്നത്, നമ്മളെ പോലെ ഫോം വിളിച്ച് പറയല്ലോ. അപ്പോൾ ഇവർ വന്നിട്ട് പറയും, ഇവർ കോർലിസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആലിൻ പറയും, ഇവിടെ ആവശ്യം കിങ്സ് ലാൻഡിങ് നോക്കലാണ്. നീ ആരാ അത് പറയാൻ ചോദിക്കുമ്പോൾ പറയും, ഞാനാണ് ഡ്രിഫ്റ്റ് മാർക്കിൻ്റെ എയർ എന്ന്. അപ്പോൾ ഇവരിങ്ങനെ, നിങ്ങളുടെ അടുത്ത ലോഡ് ഞാനാണ്. ആലിന് ആ ഒരു പവർ ട്രിപ്പിലേക്ക് പോകുന്നത്, ഹി സ്റ്റാർട്ടഡ് എൻജോയിങ് പവർ എന്നുള്ളത് കാണിച്ച് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ടെമ്പിൾടൺ ആണ് കാണുന്നത്. ടെമ്പിൾടണിൽ ഓർമണ്ടിന് ഒരു നോട്ട് കിട്ടുന്നു. പ്രോബബ്ലി ആളുടെ കിങ്സ് ലാൻഡിങ് എന്നുള്ള സ്പൈസ് ഡേമൺ തിരിച്ച് അങ്ങോട്ടേക്ക് ടെമ്പിൾ ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള നോട്ടായിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻ വാറിൻ്റെ അവർ വുഡൊക്കെ വെച്ച് ഫോർട്ടിഫൈ ചെയ്യുന്നത് വാൾസ് കാണാൻ പറ്റും. അത് കൂടാതെ ഡെയറിന് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓർമണ്ട് പറയും, നീ കിങ് ആവുന്നതിന് മുന്നേ ഒരു നൈറ്റ് ആവണം. എന്നിട്ട് നൈറ്റ് ഹുഡ് കൊടുക്കുകയാണ് ഡെയറിൻ. ഡെയറിൻ ദ ഡെയറിങ് എന്നുള്ള പേരിട്ടിട്ടാണ് നൈറ്റ് ഹുഡ് കൊടുക്കുന്നത്. ബുക്സിൽ ഡെയറിൻ ദ ഡെയറിങ് ആവുന്നത് ബാറ്റിൽ ഓഫ് ഹണി വൈനിൽ ആളുടെ പെർഫോമൻസ് കൊണ്ടാണ്. ആൾ ചെറിയൊരു കുട്ടിയാണ്, ആളുടെ ഡ്രാഗണും ചെറുതാണ്, പക്ഷേ ഇത് ഫൈറ്റ് ഫിയേഴ്സ്ലി ഫോർ ദ ഗ്രീൻസ്. അതിൽ നിന്നാണ് ഡെയറിൻ ദ ഡെയറിങ് എന്നുള്ള പേര് വരുന്നത്. അത് കഴിഞ്ഞ് ബാറ്റിൽ ഓഫ് ടെമ്പിൾടണിലും ഡെയറിൻ നല്ലപോലെ പാർട്ടേക്ക് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇവിടെ ഡെയറോൺ ദ ഡെയറിങ് എന്നുള്ള പേര് ഡിസേർവ് ചെയ്യാണ്ട് വെറുതെ അങ്ങോട്ട് കൊടുത്തു പോയ പോലെ ഡെയറോൻ്റെ ആർക്കിനെ വളരെയധികം ഒരു ഷെൽറ്റേർഡായ ഒരു കുട്ടി എന്നുള്ള രീതിയിലേക്ക് ചുരുക്കിയ പോലെ തോന്നി. പിന്നെ അമ്പുകളും സ്കോർപ്പിയനുകളും ഒക്കെ റേസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോൾജേഴ്സ് ഓരോന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഗേറ്റിന്റെ സൈഡിൽ ഒരു സോൾജർ ബ്രെഡ് കൊടുക്കുന്നുണ്ട്. അതിൽ ഹ്യൂം ഹാമറിന്റെ വൈഫും കുടുംബവും ഒന്നും ബ്രെഡ് വാങ്ങി പോകുന്നത്. അപ്പൊ അവര് പെട്ട് കിടക്കുകയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഹ്യൂ ഹാമറിന്റെ ആർക്കിലേക്ക് പിന്നീട് വലിയൊരു ബാധിക്കുന്ന കാര്യമാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളെ ഉൾഫേട്ടനെ കാണും. ഉൾഫേട്ടൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉൾഫേട്ടൻ കള്ള് കുടിക്കുകയാണ്. അതാണ് മൂപ്പരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പക്ഷെ ഇത്തവണ ഹൈ ടവറിന്റെ ആർമറും പുതിയ തൊപ്പിയും ഒക്കെ ഉണ്ട് കയ്യിൽ കേട്ടോ. ഇത് കള്ള് കുടിച്ചിട്ട് സാധാരണ പോലെ ബള്ള് പറയലാണ് ഉൾഫേട്ടൻ്റെ ഒരു ഇഷ്ടമുള്ള കലാപരിപാടി. അപ്പോൾ അവിടെ ഉള്ളവരുടെയൊക്കെ അറ്റൻഷൻ പിടിച്ചു പറ്റി. അവരൊന്നും വലിയ താല്പര്യത്തോടെ അറ്റൻഷൻ കൊടുക്കണമാരില്ല. കിങ്സ് ലാൻഡിങ്ങിലുള്ള ആൾക്കാർക്ക് ഉൾഫേട്ടനോട് താല്പര്യമെങ്കിലും ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യത്തോടെ ഒന്നുമല്ല അറ്റൻഷൻ കൊടുക്കുക തന്നെയാണ്. അതൊക്കെ അങ്ങനെ സന്തോഷിച്ച് മേടിക്കുന്നുണ്ട്. സ്വയം ഒരു ലോഡാണെന്നാണ് ഉൾഫ് പറയുന്നത്. ഡ്രിഫ്റ്റ് മാർക്ക് ഓർമണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ കിട്ടിയ പോലെയാണ് ഉൾഫിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ ഡേമൺ വരും. ഡേമൺ റെനേറേൻ്റെ അങ്കിളാണോ ഭർത്താവാണോ എന്താണോ അവയെന്നൊക്കെ കുറേ കളിയാക്കും. പക്ഷെ ഒരാൾ പറയും, ഇപ്പോൾ ഡേമണിൻ്റെ കൂടെ ഡേമണിൻ്റെ ഡ്രാഗണും വരില്ലേ. ഏറ്റവും ഈ ഒരു ഇതിൽ ഇപ്പോൾ വെർമിത്തോർ കെറാക്സിസിനേക്കാൾ ഒരുപാട് വലിയ ഡ്രാഗണാണ്. പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളൊരു ഡ്രാഗൺ എന്ന് പറയുന്നത് കെറാക്സീസ് ആണെന്ന് ഈ എപ്പിസോഡിൽ തന്നെ വളരെ ക്ലിയർ ആണ്. അപ്പോൾ ആൾ പറയും,
ഡേമൺ ഡ്രാഗൺ എന്നും ആക്ച്വലി പറഞ്ഞാൽ റെനേറയ്ക്ക് ഗുഡ് PR കൊടുക്കുകയാണ് ഉൾഫ് അവിടെ ഇരുന്നിട്ട്. കാരണം ഡേമണിനെ ഡ്രാഗൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെനേറ സമ്മതിക്കില്ല എന്നാണ് ഉൾഫ് അവിടെ പറയുന്നത്. അപ്പോൾ അവർ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഉൾഫ് ഫുൾ വെള്ളടി. അപ്പം നാളെ ബാറ്റിലാണല്ലോ, ഒന്ന് വെള്ളടിച്ച് ഫിറ്റ് മൊത്തത്തിൽ അങ്ങ് ഇതായിട്ടിരിക്കുന്ന, എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണുന്നത്. പിന്നെ നമ്മൾ റെനേറേനെ കാണുന്നു. റെനേറേൻ്റെ അച്ഛനായ വെസേറിസും വെസേറിസിൻ്റെ മുത്തച്ഛനായ ജഹേറിസും മുത്തച്ഛൻ അല്ല, ഇത് ഇൻസെസ്റ്റ് കുറേണ്ടല്ലോ അല്ലേ, അപ്പോൾ മുത്തച്ഛനല്ലല്ലോ, മുത്തച്ഛനും അച്ചച്ചനും ജെസേറിസ് അല്ലേ, അങ്ങനെയല്ലേ? കാരണം ബേലോൻ്റെയും അലീസേൻ്റെയും മോനല്ലേ. അപ്പോൾ മുത്തച്ഛനും അച്ചച്ചനും ഒക്കെ ജഹേറിസ് ആണ്. ജഹേറിസിൻ്റെ ക്രൗൺ ആണ് റെനേറ നോക്കുന്നത്. റെനേറ നോക്കിയിട്ട് മുന്നിൽ തന്നെ വെസേറിസിൻ്റെ ഓൾഡ് വെലേറിയൻ്റെ ഒരു മോഡലൊക്കെ അവർ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ജഹേറിസിൻ്റെ ക്രൗൺ നോക്കുന്ന നേരം ഹിസ്റ്ററി ബുക്സിലും കൂടി റെനേറ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഗവേണൻസ് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. കാരണം ജഹേറിസ് ദ കൺസീലിയേറ്റർ ഭരണത്തിൽ വരുന്നത് ഏഗോൺ ദ കോൺകറിന് ശേഷം ഏനിസ് ആളുടെ മകൻ ഏറ്റെടുക്കുന്നു. ഏനിസ് മരണപ്പെടുന്നു. അതിനുശേഷം മേഗോർ ദ ക്രൂവൽ വരുന്നു. രണ്ടുപേരും ഏഗോൺ ദ കോൺകറിൻ്റെ മക്കളാണ്. മേഗോർ വരുന്നു. മേഗോർ മൊത്തം കുളം കലക്കുന്നു. ഫെയ്ത്തുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫുള്ള് കുളം കലക്കുന്നു. മനുഷ്യന്മാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫുള്ളായിട്ട് കുളം കലക്കുന്നു. ഒരുപാടധികം വാറുകൾ നടത്തിയിട്ട് ഈ ക്രൗണിൻ്റെ പൈസ മുഴുവൻ ഡിപ്ലീറ്റ് ചെയ്യുന്നു. ആ രീതിയിൽ ഇരിക്കുമ്പോഴാണ് ജഹേറിസ് വന്നിട്ട് ഒരു കിങ് ആയിട്ട്, ആദ്യം റിജൻസി ആയിരുന്നു, അതിനുശേഷം കിങ് ആയിട്ട് വരുന്നത്. ഇനി കിങ് ആയിട്ട് വരുമ്പോഴും ആൾ സ്വന്തം സിസ്റ്ററിനെയാണ് കല്യാണം കഴിക്കുന്നത്. ആ സമയത്ത് ഫെയ്ത്തുമായിട്ട് എന്ന് പറഞ്ഞാൽ അത്ര മോശം ഒരു റിലേഷൻഷിപ്പിലാണ് ഇരിക്കുന്നത്. ഈ ഫെയ്ത്ത് ഓഫ് ദ 7 ഓൾഡ് ടൗണിലൊക്കെ പോയി ആൾ എങ്ങനെ അത് മെൻഡ് ചെയ്തെടുത്തു എന്നുള്ളത്. പിന്നെ എങ്ങനെ കിങ്സ് ലാൻഡിങ്ങിൽ അയാൾ പണം തിരിച്ചു കൊണ്ടുവന്നു. പെൻറ്റോസ് എന്നുള്ളൊരു മാസ്റ്റർ ഓഫ് കോയിൻസിനെയാണ് ആൾ നിയമിക്കുന്നത്. അതന്ന് അൺഹേർഡ് ആയിരുന്നു. ഒരു പുതിയ ആളെ കൊണ്ടുവന്ന് മാസ്റ്റർ ഓഫ് കോയിൻസ്, ഒരു ലോ ബോൺ ആയിട്ടുള്ള ആളെയാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച ഈ മേളം നടത്തുന്നതിന് വരെ ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ റെനേറയ്ക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് ഉണ്ടാവും ഭരണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. പക്ഷെ റെനേറ ഈസ് നോട്ട് ഇൻ ടു ഭരണം. റെനേറ ഈസ് ഇൻ ടു പവർ, ഫീലിംഗ് ഗുഡ് അബൌട്ട് ഹെർസെൽഫ് ആൻഡ് വാലിഡേഷൻ ആൻഡ് ഒപ്റ്റിക്സ്. അത് ആളുടെ ഒരു ലാക്ക് ഓഫ് അവെയർനെസ് ഓഫ് ഹൗ മച്ച് എഫേർട്ട് ഇറ്റ് ഗോസ് ഇൻ ടു റൂൾ ദീസ് പീപ്പിൾ എന്നുള്ളത് ഓരോ മൊമെന്റിലും നമുക്ക് കാണിച്ചു തരാണ്. അപ്പം തന്നെ ആളുടെ ലേഡി ഇൻ വെയിറ്റിംഗ് ആയ എലിൻഡ മാസി വന്നിട്ട് പറയും ഹെലേന ഭക്ഷണം കഴിക്കുന്നില്ല. ഹെലേന ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പം ആൾ പറയും, ഒന്നാമത്തെ കാര്യം പറയുന്നത് ആലിനോട് പറയണം എന്നെ സെപ്റ്റിലേക്ക് എസ്കോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഒപ്റ്റിക്സിലാണ് ആളുടെ കൊറോണേഷൻ വേണം എന്നുള്ളതാണ് അവിടെ. പിന്നത്തെ കാര്യം, ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൈനലി മെസാരിയ ഈസ് ഔട്ട്. ആ ഒരു ക്യാരക്ടർ അവിടെ എന്തിനോ വേണ്ടി തിളച്ച് ഡയലോഗ് ഹെവി ആയിട്ട് ഒരാവശ്യമില്ലാണ്ട്, പ്രത്യേകിച്ച് സ്റ്റോറിയിൽ ഇമ്പാക്റ്റ് ഒന്നും ചെയ്യാണ്ട് അവിടെ ഇങ്ങനെ ലർക്കിംഗ് എന്നൊക്കെ പറയില്ല, ഇങ്ങനെ അങ്ങനെ അവിടെ ഉണ്ടെന്നുള്ളൂ ചിരണ്ടി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഒരാവശ്യമാണ് ആ ക്യാരക്ടറിനെ കൊണ്ട് അവിടെ ഇല്ലായിരുന്നു. ആൻഡ് ഫൈനലി റെനേറ വാണ്ട്സ് ഹെർ ടു ഗോ ഔട്ട്. ഹെലേനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഹെലേന ഗോഡ്സ്വുഡിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഗാർഡ് വന്ന് പറയുന്നു നിങ്ങളുടെ സമയം അവിടെ കഴിഞ്ഞു. അതായത് 1 മണിക്കൂർ ഒന്ന് ഗോഡ്സ്വുഡിൽ ഹെലേനയ്ക്ക് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹെലേനെ തിരിച്ച് എസ്കോർട്ട് ചെയ്യുമ്പോൾ ഹെലേന വിഷനിൽ കണ്ട ആ കാർട്ട് അത് ഹെലേനയ്ക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, വേറൊരാൾക്ക് പോകാൻ വേണ്ടി, മെസാരിയയ്ക്ക് പോകാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഹെലേന കണ്ട പോലെ വാതിലുകൾ തുറക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഫോർ ഹെർ, ഇറ്റ്സ് ഫോർ സംബഡി എൽസ്. ഷീ സ്റ്റിൽ ട്രാപ്ഡ് ദെയർ. ഇനി നമ്മൾ മൈസാരിയനെ കാണാണ്. മൈസാരിയ കമ്മലൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. നിങ്ങൾ മൈസാരിയൻ്റെ സെക്കൻഡ് സീസണിലെ അപ്പിയറൻസ് ഡ്രാഗൺ സ്റ്റോണിൽ മൈസാരിയ എങ്ങനെയായിരുന്നു എന്നും കിങ്സ് ലാൻഡിങ് വന്നേ പിന്നെ ആളുടെ ഒരു അപ്പിയറൻസിലുള്ള ചേഞ്ച് ശ്രദ്ധിച്ചാൽ തന്നെ അതുകൊണ്ടായിരിക്കണം ആളിങ്ങനെ ഓർണമെന്റ്സ് ഇടുന്ന ഒരു സീനിൽ തന്നെ ഇവർ തുടങ്ങിയത്. ഷീ ഈസ് ബിക്കമിങ് മോർ പവർഫുൾ, ഷീ ഈസ് ബിക്കമിങ് മോർ വെൽത്തിയർ, ഷീ ഈസ് നോട്ട് ദ പേഴ്സൺ ഷീ വാസ് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കുന്ന പോലെ തോന്നി. ഓർണമെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന മൈസാരിയൻ്റെ അടുത്ത് പെട്ടെന്ന് എലിൻഡ മേസി വന്നിട്ട് പറയാണ് നിങ്ങളോട് ഇവിടുന്ന് പോകാൻ പറയണം. എലിൻഡ മേസിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറയുന്നതിന്. അടുത്ത ബസ്സിനല്ല ഷിപ്പിന് പെൻറ്റോസിലേക്ക് കയറ്റിവിടും. നിങ്ങൾക്ക് അവിടേക്ക് ഒരു വീട്, വലിയൊരു മാൻഷനുള്ള പൈസയും സെർവൻസും പ്രൊവൈഡഡ് ആയിരിക്കും. എന്താണ് ക്വീൻ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കും അറിയില്ല എന്ന് പറയുമ്പോൾ മെസാരിയ എന്ന് പറഞ്ഞിട്ട് പോകുന്നതായിട്ട്. എനിക്കൊരു കാര്യം മനസ്സിലാവാത്ത, ഈ പൈസ ഇല്ലാത്ത ക്വീൻ്റെ കയ്യിൽ എങ്ങനെയാണ് ആൾക്കാരെ നോക്കാം. ബ്രെഡിന് പോലും പൈസ ഇല്ലാത്ത, ഗോൾഡ് ക്ലോക്സിന് സാലറി കൊടുക്കാൻ പൈസ ഇല്ലാത്ത ക്വീൻ്റെ കയ്യിൽ
മൈസാരിക്ക് മാൻഷൻ പ്രൊവൈഡ് ചെയ്യാനും സെർവൻസിനെ പ്രൊവൈഡ് ചെയ്യാനും പെൻറ്റ് ഹൗസിലേക്കുള്ള ഷിപ്പിൽ കയറ്റി ടിക്കറ്റ് കൊടുത്തു വിടാനും ഒക്കെ പൈസ ഉണ്ടായിരുന്നു. ഇതൊന്നും ചെറിയ എമൗണ്ട് ആയിരിക്കില്ല, അതിനൊക്കെ പൈസ ഉണ്ടായിരുന്നു, ഇതിനില്ലായിരുന്നു. അങ്ങനെ പെട്ടിയും കിടക്കയും പൂട്ടിയിട്ട് മൈസാരിയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ആൾ കാണുന്നത് ഗോഡ്സ്വുഡിൽ നിന്ന് തിരിച്ച് നടന്നു വരുന്ന കാരേജ് എനിക്കല്ല എന്ന് മനസ്സിലാക്കിയ ഹെലേനയാണ്. ആ ഹെലേനേൻ്റെ അടുത്ത് മിസ്ട്രസ് ഓഫ് വിസ്പറേഴ്സ് ലാസ്റ്റ് ഒരു വിസ്പർ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് ഏഗോൺ തിരിച്ചു വന്നിരിക്കുന്നു, നിന്റെ മകള് റെനേറയ്ക്കൊരു ത്രെറ്റാണ്, നിന്നെ ആ സ്ത്രീ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ സമ്മതിക്കാൻ പോകുന്നില്ല, ഡു നോട്ട് ട്രസ്റ്റ് ഹെർന്ന്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ മൈസാരിയ എന്ന് പറയുന്ന വ്യക്തിന്റെ കൊണ്ടുവന്ന കാരേജ് കിങ്സ് ലാൻഡിങ്ങിലെ കോമൺ ഫോക്ക് തടയപ്പെടുന്നുണ്ട്. കാരണം കിങ്സ് ലാൻഡിങ്ങിൽ കുറേയധികം അൺട്രസ്റ്റ് ഉണ്ട് ഏഗോൺ തിരിച്ചു വന്നതിനെ സംബന്ധിച്ച്. ആ ഒരു ബഹളത്തിൽ മൈസാരിയ ഇന്ന് ചാടി പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മൈസാരിയനെ കാണുന്നത് റെനേറയുടെ കൊറോണേഷൻ, സ്വയം പ്രഖ്യാപിത കൊറോണേഷനിലാണ്. അവിടെ റെനേറയ്ക്ക് പണി കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന മൈസാരിയനെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം റെനേറ ഹെലേനയുടെ റൂമിൽ വരുന്നു, ഭക്ഷണം കഴിക്കാൻ പറയുന്നു. ഹെലേന തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും റെനേറ അത്രയധികം ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ ആ തുന്നലുകളൊന്ന് നോക്കിയാൽ തന്നെ റെനേറയ്ക്ക് കിട്ടും. പക്ഷെ ഭാഗ്യം അപ്പ കാണാണ്ടിരുന്നിരുന്ന്, അല്ലെങ്കിൽ അതിനെ ഇനിയും ദ്രോഹിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് പിടിച്ചു മാറ്റി വാങ്ങി വെക്കുകയാണ്. അത് പിടിച്ചു മാറ്റി വാങ്ങി വെക്കുമ്പോൾ ഹെലേന ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാല് മരിക്കാതെ ഇരിക്കുന്നതാണോ ജീവിതം എന്ന്. അതായത് ഹെലേനയ്ക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാണ്ടാക്കി മാറ്റുകയാണ് ഈ ഒരു ട്രാപ്പിൽ, ഈ ഒരു സ്പേസിൽ. ആലിസന്റെ അന്ന് ചെറുപ്പത്തിൽ ട്രാപ്പായ പോലെ തന്നെ ഹെലേന ആ ഒരു സ്പേസ് അല്ലാണ്ട് ഹെലേനയ്ക്ക് വേറെ ഒരു ഓപ്ഷൻസ് ഇല്ലാത്ത രീതിയിലേക്ക് കോർണർ ചെയ്ത് കഴിഞ്ഞു കുട്ടീനെ. പിന്നെ ഹെലേന പറയുന്ന ഒരു കാര്യം, ഫാദർ വുഡ് ഹേറ്റ് യു ഫോർ ദിസ്, അതായത് ഈ ഒരു സിറ്റുവേഷൻ ഹെലേനയ്ക്ക് വരുത്തി വെച്ചതിന്. അപ്പോൾ റെനേറ പറയും ഇതൊക്കെയാണെങ്കിലും ഹി ഡിഡ് നത്തിങ് ടു പ്രിവെന്റ് ഇറ്റ് എന്നുള്ളത്. പിന്നെ ഐ ഡു നോട്ട് തിങ്ക് ദാറ്റ് ഫാദർ വിൽ ഹേറ്റ് റെനേറ ഫോർ എനിത്തിങ്. വെസേരിസിന്റെ ആപ്പിൾ ഓഫ് ഹിസ് ഐ ആണ് റെനേറ. ഹെലേനയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് തന്നെ വെസേറിസിന്റെ ഐയിൽ എനിക്ക് സംശയമാണ്. ഹെലേനയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോയെന്നും എനിക്ക് സംശയമാണ്. ഫോർ ഹിം ഇറ്റ് വാസ് ഓൾവേസ് റെനേറ, ഹിസ് ഫസ്റ്റ് ബോൺ, ഏമയുടെ മോള്. ഏമേൻ്റെ അടുത്ത് വളരെ പ്രേമമുണ്ടായിരുന്നു. എന്നിട്ട് ഏമ വട്ട് എവർ ഹാപ്പൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ഹി ഇംപ്രഗ്നേറ്റഡ് ഹർ വെൻ ഷി വാസ് 30. വെസേറിസ് ഡസൻറ്റ് ഗെറ്റ് ഇനഫ് എന്താ പറയുക ഹേറ്റ് ഫോർ ദാറ്റ്. അതുകൊണ്ട് അത്രയും ഏർലി ഒരു പ്രഗ്നൻസി ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് ഏമയ്ക്ക് ഒരുപാട് മിസ്കാരേജ് ഉണ്ടായത് എന്നൊക്കെയാണ് പിന്നീടുള്ള കാര്യങ്ങൾ. എനിവേ അതൊന്ന് പറയും. അത് കഴിഞ്ഞ് റെനേറേൻ്റെ അടുത്ത് ഒരു ബീറ്റിൻ്റെ കാര്യമാണ് ഹെലേന പറയുന്നത്. അത് കിങ്സ് ലാൻഡിങ്ങിൽ മാത്രമേ കാണാറുള്ളൂ, അത് വേസ്റ്റ് തിന്നിട്ടാണ് വളരുന്നത്. മൈസാരിയൻ്റെ ആയിട്ടുള്ളൊരു മെറ്റഫോറിക്കലാണോ ആ ഒരു ബീറ്റിലെന്ന് എനിക്കറിയില്ല, അതോ കിങ്സ് ലാൻഡിങ്ങിലെ ആൾക്കാരെ പറ്റിയോ ആരെ പറ്റിയുള്ള ഒരു മെറ്റഫോർ പോലെ എനിക്കത് തോന്നി. അപ്പോൾ റെനേറ ഇങ്ങനെ പറയുമ്പോൾ പറയും ആ ആണല്ലേ. എന്നിട്ട് അപ്പോൾ ഹെലേന പറയും നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല, നിങ്ങൾ പ്രിറ്റൻഡിയാണ്, റെനേറ ദ പ്രിറ്റൻഡർ. ആ ഒരു ടൈറ്റിലും റെനേറയ്ക്കുള്ളത് തന്നെയാണ്, റെനേറ ദ ക്രൂവൽ പ്രിറ്റൻഡർ എന്നുള്ളതൊക്കെ റെനേറയുടെ ടൈറ്റിലുകൾ തന്നെയാണ്. അതിൻ്റെ ഇവിടെ ഒരു തുടക്കം പോലെ അവർ പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അഗ്ലിയാണെന്ന് പറയുന്നുണ്ട് ഹെലേന. അതായത് ആ കുട്ടി പറയുന്നത് ആ കുട്ടിക്കൊരു ഫിൽറ്ററൊന്നുമില്ല, ആ കുട്ടി എന്ത് തോന്നുന്നു അത് പറയുന്ന ഒരാളാണ്. പക്ഷേ ഇത് പറയുമ്പോൾ റെനേറ പറയും നീ ഇനി എന്നെ ഫോഴ്സ് ചെയ്യിപ്പിക്കും. അവിടെ ഫുഡ് കൊടുന്ന് വെച്ചിട്ടുണ്ട്, ഗാർഡ്സിനെ പിടിച്ച് വലിച്ച് റെനേറ ഹെലേനയെ കൊണ്ടുവന്ന് ഭക്ഷണം കുത്തി തീറ്റിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അതൊരു റിമോഴ്സുള്ളാണ്, നോക്കി നിൽക്കുന്നത് കാണിക്കുകയാണ് ഫുഡിനോട്. ഇപ്പം എനിക്ക് പേഴ്സണലി ഐ ഹവ് ഹാഡ് എ വെരി ഡിഫിക്കൽട്ട് റിലേഷൻഷിപ്പ് വിത്ത് ഫുഡ് ഡ്യൂറിങ് മൈ ടീനേജ് ഇയേഴ്സ്. എനിക്കതൊരു ഡിഫിക്കൽട്ട് സീനായിരുന്നു കാണാനായിട്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഓട്ടോണമിയാണ് നമുക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഭക്ഷണം വേണ്ടാന്ന് പറയാം, എപ്പോൾ ഫുള്ളായെന്ന് തോന്നുന്നു നിർത്താൻ പറ്റുക എന്നുള്ളത്. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓട്ടോണമി വരെ എടുത്തു കളയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത്രയും ആ കുട്ടിയെ കോർണർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഏമണ്ടിനെ ഹാരൻ ഹാളിൽ കാണും. ഹാരൻ ഹാളിൽ പോയിസൺ ഒക്കെ കുടിച്ച് മൂപ്പരാള് എഴുന്നേറ്റേക്കാണ്. ആലിസ് റിവേഴ്സ് രക്ഷിച്ചു, വിച്ചാണല്ലോ അതുകൊണ്ട് രക്ഷിച്ചു, എന്തെങ്കിലും പോഷനോ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ട് അവർ എന്തോ കുടിക്കാനും കൊടുക്കണം, രക്ഷിച്ചു. അപ്പൊ ഏമണ്ട് പറയും എൻ്റെ അമ്മ എന്നെ പോയിസൺ ചെയ്തല്ലേ. ആലിസ് പറയും ഫൈനലി യു ആർ അലോൺ, യു റിയലൈസ് ദാറ്റ് യു ആർ അലോൺ ഇൻ ദിസ് വേൾഡ് മച്ച് ലൈക്ക് മീ എന്നുള്ളതും. പക്ഷെ നോട്ട് ഫോർ ലോങ് ബിക്കോസ് സംബഡി ഈസ് കമ്മിങ്, ഐ എം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരാളവിടെ വരാനുണ്ട്. ഏമണ്ട് ചോദിക്കും ഞാൻ കേഴ്സ്ഡ് ആണ്, ഞാനൊരു കിൻസ്ലെയർ ആണ്, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ എന്നോട് ഇത്രയും അറ്റാച്ച്മെന്റ് കാണിക്കുന്നത്? അപ്പൊ
അപ്പൊ ആലിസ് റിവേഴ്സിന്റെ ഒരു ബാക്ക് സ്റ്റോറി പറയുന്നു. ആലിസ് റിവേഴ്സ് ബുക്സിൽ ലയണൽ സ്ട്രോങ്ങിന്റെ ബാസ്റ്റേഡ് ആയിട്ടാണ് റിവേഴ്സ് എന്നുള്ളത്. ഇപ്പൊ ജോൺ സ്നോ എന്നുള്ളത് ബാസ്റ്റേഡ്സിന് കൊടുക്കുന്ന ഒരു പേരാണ്. ഓറിസ് ബെരാത്തിയൻ ഒരു ബാസ്റ്റേഡ് ആയിരുന്നു തുടക്കത്തില്. അപ്പോൾ ഇത് ബാസ്റ്റേഡ്സിന് കൊടുക്കുന്ന ഒരു സർനെയിമാണ്. അത് ലയണൽ സ്ട്രോങ്ങിന്റെ ബാസ്റ്റേഡ് ആണെന്നാണ് ബുക്സിൽ പറയുന്നത്. ആളൊരു വിച്ചാണെന്നുള്ളൊരു വെപ്പുണ്ട്. പക്ഷെ ഇവിടെ ഒരു വലിയ ബാക്ക് സ്റ്റോറി കൊടുത്തിരിക്കുകയാണ്. ആലിസ് റിവേഴ്സ് ബ്ലാക്ക് ഹെറന്റെ ഭാര്യയോ മിസ്ട്രസോ, ഭാര്യ തന്നെ ആയിരിക്കണം. കാരണം ആള് പിന്നീട് പറയുന്നുണ്ട് ആളെ കാസിൽ ആളുടെ പവർ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള പോലെ. അതായത് ബ്ലാക്ക് ഹെറന്റെ കഥ എന്താണ്? ആള് ഒരു വിയർവുഡ് ട്രീസിന്റെ ഫോറസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഹാരൻ ഹോൾ ഉണ്ടാക്കുന്നത്. ആള് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയ ഒരാളായിരുന്നു. എക്സ്ട്രീംലി ക്രൂവലായിരുന്നു. ഈ അവിടെ പണിയെടുത്ത ആൾക്കാരുടെ ചോര വെച്ചിട്ടാണ് അവിടുത്തെ ബൈൻഡിങ് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഹാരൻ ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വരെയുള്ളൊരു കഥയുണ്ട്. കല്ലിലാണ് തീർത്തിരിക്കുന്നത് ഹാരൻ ഹോൾ. അത് കഴിഞ്ഞിട്ട് ഏഗോന്റെ കോൺക്വസ്റ്റ് നടക്കുകയാണ്. ഏഗോന്റെ കോൺക്വസ്റ്റ് നടക്കുമ്പോൾ ബ്ലാക്ക് ഹാരൻ വളരെ പവർഫുൾ അല്ലേ. വെസ്ട്രോസിലെ തന്നെ ഏറ്റവും വലിയ കാസിലാണ് അയാൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ആള് പറയും, ഡ്രാഗൺ കരിക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, ഇതൊക്കെ എൻ്റെ കാസിൽ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഈഗോൺ ദ കോൺകറർ വളരെ ജസ്റ്റായ ഒരാളായിരുന്നു. വളരെയധികം നീതി നടപ്പാക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പൊ ആളുടെ ഇത് പ്രകാരം ആള് പറയുന്നത്, ബെന്തനി നിങ്ങളിത് ഭരിച്ചോളൂ, എന്നോട് ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് തരുന്നു, നിങ്ങളിത് ഭരിക്കുന്നു എന്നുള്ള പോലെയാണ്. ഹാരൻ അതിന് തയ്യാറായിരുന്നില്ല. മക്കളും പരിവാരങ്ങളും ഒക്കെ ചേർന്ന് അന്ന് അവർ ഭക്ഷണം കഴിച്ച് പിന്നെ ഡ്രാഗണെ കൊല്ലുന്ന ആൾക്കാർക്ക് അയാൾ വലിയ പാരിതോഷികങ്ങളൊക്കെ പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ പോയ ആൾക്കാരെയാണെന്ന് തോന്നുന്നു. രാത്രി തന്നെയാണ് വെലേറിയൻ ദ ബ്ലാക്ക് ഡെഡ് വരുന്നു. ഈ കാസിൽ കല്ലുകൊണ്ടാണെങ്കിലും ഉള്ളിലെ ടേപ്പിസ്ട്രീസ്, വുഡ് കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചർ, ഇതെല്ലാം ആദ്യം കത്തുന്നത്. അതിനുശേഷം സ്റ്റോൺ മെൽറ്റ് ആവുന്ന അത്ര രീതിയിൽ ഏഗോൺ ദ കോൺകറർ കരിച്ചു ആ കാസലിനെ എന്നാണ് പറയുന്നത്. എപ്പോഴും നല്ല ആളാണെന്ന് പ്രകീർത്തിക്കുന്ന ആൾക്കാരും ചിലപ്പോൾ നല്ല ആൾക്കാരല്ലാത്ത കാര്യങ്ങൾ ചെയ്യും. ഓർ ഇറ്റ് കുഡ് ഹാവ് ബീൻ ലിറ്റിൽ ലെസ്. ബ്ലാക്ക് ഹാരനെ മാത്രം കൊല്ലാവുന്ന ഒരു സ്ട്രാറ്റജി ഇവർക്ക് എടുക്കായിരുന്നു. പക്ഷേ ഏഗോൺ വെൻ ദാറ്റ് അതർ റൂട്ട്, ആളുടെ ഹോൾ ഫാമിലിയെ റൂട്ടോടെ നശിപ്പിക്കുന്ന റൂട്ടിലേക്കാണ് പോയത്. അതിൽ ആലിസ് റിവേഴ്സ് ബ്ലാക്ക് ഹാരന്റെ ട്രൂ വൈഫായിരുന്നെന്നും അവരുടെ ഒരു മകൻ രക്ഷപ്പെടുകയും, പക്ഷെ ഫുള്ളി ബേൺഡ്, ഡ്രാഗൺ ഫയറിൽ ബേൺഡ് ആയ ഒരു മകൻ രക്ഷപ്പെടുകയും, അതിനുശേഷം ആലിസ് ആ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു എന്നും ആള് മേസ്റ്റേഴ്സിനെ 7 കിങ്ഡത്തിൽ നിന്നുള്ള മേസ്റ്റേഴ്സിനെയും കണ്ടുപിടിക്കാൻ നോക്കിയെന്നും അവരെയൊക്കെ വരുത്തിച്ചു നോക്കിയെങ്കിൽ ആ കുട്ടി സർവൈവ് ചെയ്യുന്നില്ല. അവസാനം മാജിക്കിലേക്ക് തിരിയാണ്. ഹാരൻ ഹോള് ഗോഡ്സ് ഐ ലേക്കിന്റെ മുന്നിലാണ്. ഐൽ ഓഫ് ഫേസസ് എന്നുള്ള ഒരു ഐലൻഡ് അതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ ഗ്രീൻ മെന്നിനെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ മാജിക്കിലേക്ക് ഈ ബ്ലാക്ക് ഹാരൻ ബിലീവ് ചെയ്യുന്നത് വേറെ അവരുടെ ഗോഡ്സിനെ ആയിരുന്നു തോന്നുന്നു. പക്ഷെ ഇവരിതിലേക്ക് തിരികെയാണ്. പക്ഷെ ആ കുട്ടി സർവൈവ് ചെയ്യുന്നില്ല. ആ കുട്ടി സർവൈവ് ചെയ്യാത്തപ്പോൾ ഈ അമ്മ ആലിസ് റിവേഴ്സ് ആ കുട്ടിയുടെ കൂടെ പോകാൻ നോക്കുന്നു, മരിക്കാൻ നോക്കുന്നു. അന്നാണ് അവർ തിരിച്ചറിഞ്ഞത് അവരുപയോഗിച്ച ഈ മാജിക്കിനെല്ലാം റിപ്പർക്കഷൻസ് ഉണ്ട്, അവർക്ക് മരിക്കാൻ പറ്റില്ല. സോ ഷീ ഹാസ് ബീൻ സ്റ്റക്ക് ലൈക്ക് ദാറ്റ് ഫോർ 100+ ഇയേഴ്സ്. അങ്ങനെ ജീവിക്കുകയാണ്. ഏത് ലോഡ് വന്നാലും ആളവിടെ ഉണ്ട്. ആൾക്ക് ആ റിവർ ലെൻസ് വിട്ട് പുറത്തു പോകാൻ പറ്റാണ്ട് ആളവിടെ ജീവിക്കുകയാണെന്നാണ് ഏമണ്ടിൻ്റെ അടുത്ത് പറയുന്നത്. അയ്യോ, ഏമണ്ടിന് പറ്റിയ ആള്, അമ്മ, സ്നേഹം, കുട്ടീനോടുള്ള സ്നേഹം, 100+ ഇയേഴ്സ് ഓൾഡ്. വീണു, ഏമണ്ട് ഫ്ലാറ്റായി ഇവിടെ. പിന്നെ നമ്മൾ കിങ്സ് ലാൻഡിലേക്ക് പോയിട്ട് ആഡമിനെ ആലിനെയും കാണും. ആഡമിന് ആലിൻ്റെ അടുത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആഡമിന് കാരണം ബേലേൻ്റെ അടുത്തൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. പക്ഷെ ആഡമിന് ഇപ്പോൾ മനസ്സിലായിട്ട് ബേലയ്ക്ക് ആലിൻ്റെ അടുത്താണ് സോഫ്റ്റ് കോർണർ, ആലിനും ബേലേൻ്റെ അടുത്തൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അപ്പോൾ പറയും ഇങ്ങനെ ബേലേനെ കൺഫൈൻ ചെയ്ത് വെച്ചേക്കാണ്, ഇവിടെ പുറത്ത് വിടാണ്ട് വെച്ചേക്കാണ് ഇപ്പോൾ റെനേറ. ഇതിനൊക്കെ നിനക്ക് അപ്പോൾ പറയും എനിക്കിപ്പോൾ ആവശ്യം ക്വീനെ കൊറോണേഷന് കൊണ്ടുപോകാന്നുള്ളതാണ്, ഞാൻ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള പോലെ. അപ്പം ആഡം പറയും അച്ഛൻ പോയപ്പോൾ നിനക്ക് ഇങ്ങനെ നല്ല പവർ കിട്ടിയപ്പോൾ നല്ല സുഖം ഉണ്ടല്ലേ എന്ന് ചോദിക്കും. ആലിൻ ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഈ ഡ്യൂട്ടിയാണ് ആലിൻ്റെ മെയിൻ ആയുധം. അപ്പോൾ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആഡമിനും ആലിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രിക്ഷൻ ബേല കാരണം ഈ മൊത്തത്തിലുള്ള സാഹചര്യങ്ങൾ കാരണം വന്നു തുടങ്ങിയെന്ന് കാണാൻ പറ്റും. പിന്നെ റെനേറ പുറത്ത് വരികയാണ് കൊറോണേഷന് പോകാൻ വേണ്ടിയിട്ട്. ആള് ക്രൗൺ വെച്ചിട്ടുണ്ട്.
ആള് ഫുള്ളി ഇട്ടിരിക്കുന്നത് വെലേറിയൻ സ്റ്റീലിൻ്റെ ആർമറാണ്. വെലേറിയൻ സ്റ്റീല്, ഓൾ വെലേറിയ എന്നുള്ള സ്റ്റീലാണ്. ഈ ബ്ലാക്ക് സിസ്റ്റർ പോലത്തെ സോഡ്സ് ഒക്കെ വെലേറിയൻ സ്റ്റീലിൽ ഉണ്ടാക്കിയതാണ്. റെയർ ആണ്, ഇപ്പം അത് അവൈലബിൾ അല്ല സാധനം. ഒരു ഡാഗർ ഇല്ലേ ആലിസിൻ്റെ റെനേറിനെ കത്തി വെച്ച് കുത്താനൊക്കെ ഉപയോഗിച്ച ആ ഒരു ഡാഗറൊക്കെ വെലേറിയൻ സ്റ്റീലാണ്. വളരെ റെയർ ആയ എക്സ്പെൻസീവ് ആയ ഇനി അവൈലബിൾ അല്ലാത്തൊരു സാധനമാണ്. അത് ഫുൾ ക്ലാഡ് അതിൽ. പിന്നെ മസ്കാരയൊക്കെ പ്രത്യേകതരം മസ്കാരയൊക്കെ മൊത്തത്തിൽ വയ്യേ എന്ന് തോന്നുന്ന രീതിയിൽ എവിടെയോ അതിനൊരു ഇതുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. എന്നിട്ട് മോർണിംഗ് കൊണ്ടിട്ട് മോനെ 4-5 എപ്പിസോഡിൽ എന്തോ കുട്ടി ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഫൈനലി എഴുന്നേപ്പിച്ചിട്ട് അതിനോട് നേരെ പറയാം, ഒരു കുഞ്ഞു മോനാണ്, അതിനോട് നേരെ പറയുന്നത് പ്രോഫസി ഒക്കെയാണ്. അങ്ങനെ ആ പല്ലക്കിൽ കയറി പോകുമ്പോൾ ആള് കാണുന്നുണ്ട് ക്വീൻ ഓഫ് ബാസ്റ്റേഴ്സ് എന്നുള്ള ഗ്രാഫിറ്റി ഒക്കെ. ഇപ്പൊ തന്നെ മോന് മുന്നിലുണ്ട്, ഹൂ ഈസ് ആക്ച്വലി ലയണൽ സ്ട്രോങ്ങിന്റെ മോൻ. അത് കഴിഞ്ഞ് ആള് സെപ്റ്റ് പോവാണ്, ഹൈസെപ്റ്റിനെ കാണുകയാണ്, കൊറോണേറ്റ് ചെയ്യാൻ പറയാണ്. ഹൈസെപ്റ്റും പറയും ദൈവങ്ങൾ പറഞ്ഞു. ദൈവങ്ങൾ എന്താണ് പറഞ്ഞത്? ഏഗോൺ തിരിച്ചു വന്നു, ഏഗോണും മരണത്തിൽ നിന്ന് തിരിച്ചു വന്നു, സൺഫെയറും മരണത്തിൽ നിന്ന് തിരിച്ചു വന്നു. ദാറ്റ്സ് എ മിറക്കിൾ. അപ്പൊ ഗോഡ്സ് ഹാവ് സ്പോക്കൻ. ഞാൻ ഒരാളെ കൊറോണേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ എന്തിനാ നിങ്ങളെ കൊറോണേറ്റ് ചെയ്യുന്നത്? അപ്പൊ റെനേർ പറയും, ഓ എന്നെ കൊറോണേറ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നീ ഒരു ട്രൈറ്റർ ആണെന്ന്. സിമ്പിൾ ആൻസേഴ്സ്. അപ്പൊ എന്നിട്ട് ആലിനോട് പറയും ഇയാളെ കൊല്ലുക. ആലിനൊരു വാട്ട് ഡിഡ് ഐ സൈൻ അപ്പ് ഫോർ എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിലും കൂടി ആലിൻ്റെ അടുത്ത് ഹൈസെപ്റ്റൻ പറയും നീ ശപിക്കപ്പെട്ടാനാവും എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമൊക്കെ പറയുമ്പോൾ റെനേറ പറയും നമ്മളെ ഇവിടുന്നുള്ള ആൾക്കാരല്ല. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം വേണമെങ്കിൽ ഇവര് വ്യത്യസ്തരാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന തുടക്കവും ജഹേറിസിന്റെ കാലത്ത് തന്നെയാണ്. ജഹേറിസിന്റെ കാലത്താണ് ആള് എക്സെപ്ഷണലിസം എന്നുള്ളൊരു റൂള് കൊണ്ടുവന്നത് ഫെയ്ത്തില്. അതായത് ടാർഗേറിയൻസ് ഇൻസെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരെ ഇൻസെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ ഹൈസെപ്റ്റൻ അനുവദിക്കുന്നില്ലായിരുന്നു. റേനേന്റെയും ഏഗോന്റെയും മക്കളെ അബോമിനേഷൻ എന്നാണ് അവർ വിളിച്ചത് ആ സമയത്ത്. റേന എന്ന് പറഞ്ഞാൽ ആരുടെ മോളാണ്? കിങ് ഏനീസിന്റെയും അലീസേന്റെയും മോളായിരുന്നു റേന. ഇതിന്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെ മക്കളെ റേനേനെ ഏനീസ് കല്യാണം, ഏനീസ് ഏഗോൺ ദ കോൺക്കറിന്റെ മോനാണ്, ഏഗോൺ ദ കോൺക്കറിന്റെ മോളാണ് റേന. അവര് സഹോദരങ്ങളെയാണ് കല്യാണം കഴിച്ചത്. അന്നത്തോടെ തീരുന്നതാണ് ഈ ഫെയ്ത്തുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. പിന്നീട് ജഹേറിസ് കൊണ്ടുവരുന്നത് എക്സെപ്ഷണലിസം എന്താണെന്ന് വെച്ചാൽ ടാർഗേറിയൻസ് വേറെ ആൾക്കാരാണ്. ടാർഗേറിയൻസ് വെലേറിയെന്ന് വന്നവരാണ്, അവരുടെ കസ്റ്റംസ് വേറെയാണ്. അപ്പൊ അവർക്ക് സഹോദരങ്ങളെ കല്യാണം കഴിക്കാം. അത് അവരെ ബാധിക്കുന്ന മറ്റുള്ളവരെ ബാധിക്കുന്ന പ്രശ്നമല്ല, കാരണം അവർ വേറെ ആൾക്കാരാണല്ലോ. ഈ ഒരു വേറെ ആൾക്കാരെന്നുള്ളത് വരുത്തി ഇപ്പൊ ഡേമന്റെ വർത്താനത്തിൽ റെനേറ ആലിനോട് പറയുന്നത് യുവർ ബ്ലഡ് ഓഫ് ഓൾ വെലേറിയ, യു ഡോണ്ട് ആൻസർ ടു ദീസ് ഗോഡ്സ് എന്നൊക്കെ പറയുമ്പോഴും ഇത് തന്നെയാണ് വരുത്തി വെക്കുന്നത്. ജഹേറിസിന്റെ സമയത്ത് ആളുടെ മകള് മരിച്ചൊരു സമയമുണ്ട്, ഷിവേഴ്സ് വന്നിട്ട്. അതുവരെ അവർ വിചാരിച്ചിരുന്നത് ടാർഗേറിയൻസിന് അസുഖങ്ങളൊന്നും, ഡെനേറിസ് എന്ന് പേരിലൊരു മകളാണ് മരിക്കുന്നത്, അതുവരെ അവർ വിചാരിച്ചിരുന്നത് ടാർഗേറിയൻസിന് അസുഖങ്ങളൊന്നും വരില്ല എന്ന്. അവർ എബോ ആണ്, അവർ ഗോഡ്സ് ആണെന്നാണ് വിചാരിച്ചത്. ആലിൻ്റെ അത് കേൾക്കുമ്പോൾ ശരിയാണ്, ഇമ്മീഡിയറ്റ്ലി ഹൈസെപ്റ്റനെ തട്ടും. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയി നിൽക്കുന്ന ഒരു ക്രൗഡിന് ഒരു അഡ്രസ്സ് ചെയ്യുന്നുണ്ട് റെനേർ. അപ്പൊ പറയുന്നത് ഞാനാണ് കിടിലം, ഞാൻ സൂപ്പറാണ്, ഞാനാണ് എല്ലാം, ഞാനാണ് എയർ, ഞാൻ നിങ്ങളെ എല്ലാവരെയും നല്ലതിലേക്ക് നയിക്കും. എന്നിട്ട് പിന്നെ ഈ ഒരു പ്രോഫസി ഉണ്ടല്ലോ, പ്രിൻസ് ദാറ്റ് വാസ് പ്രോമിസ്ഡ് വരുന്ന പ്രോഫസി, അത് ഈസ് സപ്പോസ് ടു ബി എ സീക്രട്ട്. ലോങ് വിന്റർ ഈസ് സപ്പോസ് ടു ബി എ സീക്രട്ട്. അതൊക്കെ വിളിച്ചു പറയും. അപ്പം ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊക്കെ നന്നായിട്ടിരിക്കുള്ളൂ എന്നുള്ള രീതിയിൽ അതൊക്കെ വിളിച്ചു പറയും. വിളിച്ചു പറയുമ്പോൾ മേസ്റ്റർ ഓർവേൽ വളരെ കൺസേൺഡ് ആയിട്ട് നോക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ആളുടെ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് വയ്യ എന്നുള്ള പോലെ ആ കുട്ടി നോക്കുന്നു നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഹൈ വെലേറിയനിൽ എന്തൊക്കെയൊക്കെയോ പറയും. ഐ ഡോണ്ട് തിങ്ക് ദ ക്രൗഡ് ഈസ് ടേക്കിംഗ് എനി ഓഫ് ദിസ് പോസിറ്റീവ്ലി. പക്ഷെ 36 ഒരു അസെൻഷൻ ടു മാഡ്നെസ് അല്ലെങ്കിൽ ഒരു അസെൻഷൻ ടു റെനീറ ദ ക്രൂവൽ തുടങ്ങിക്കഴിഞ്ഞു. And I really like this way the showrunners have made her cruel, okay? It is like so many സാഹചര്യങ്ങൾ piled on and she was incompetent. So ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഉള്ള ഒരു റിയാക്ഷൻ ആയിട്ട്, അതായത് ഇപ്പോൾ ഡെനേറിസിന് പറഞ്ഞാൽ എല്ലാം നല്ല നന്മയുടെ നിറകൂടം, ഇന്ന് ഞാൻ എല്ലാവരും കരിക്കും എന്നുള്ള രീതിയിലേക്ക് മാറുന്നതിന് പകരം slowly but steadily Rhaenyra is getting there. Also we all know that Rhaenyra is not the prince that was promised. Prince എന്നുള്ളത് ജെൻഡർ ന്യൂട്രൽ ടേം ആണ്. അപ്പോൾ ടെക്നിക്കലി ഐഡിയലി ഇറ്റ് ഷുഡ് ബി ഡെനേറിസ്. റെനേറ സ്വയം എന്തൊക്കെയൊക്കെയോ വിചാരിക്കാണ്, പാവണ്ട്, അയ്യോ എന്താ ചെയ്യുക. പിന്നെ നമ്മൾ കാണുന്നു ക്വീനും ഡേറനും ടെമ്പിൾ ടണിൽ
വാർ പ്രിപ്പറേഷനും റിവർമെന്റ് വരുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെയറൻ ചോദിക്കും നമ്മൾ ഇത്രയും വലിയ ആർമീനെ എങ്ങനെ ഫൈറ്റ് ചെയ്യും? ഗ്വെയിൻ പറയും ബ്രേവ്ലി ആൻഡ് പോയിന്റ്ലെസ്ലി. ഗ്വെയിൻ ഹൈറ്റവർ, ഐ ലൈക്ക് ദാറ്റ് ക്യാരക്ടർ അലോട്ട്. ഹി ഈസ് സോ റിയലിസ്റ്റിക്. ആൾക്ക് അജണ്ടകൾ വളരെ കുറവാണ്. ആൻഡ് ഹി കോൾസ് എ സ്പേഡ് ആൻഡ് ഹി ട്രൈസ് സോ ഹാർഡ് ആൻഡ് ഹി കെയർസ് സോ മച്ച് ഫോർ ഡെയറൻ. ഡെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഈ മുടി ഡൈ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉള്ളൊരു കറക്ഷൻ ഉണ്ട്. അന്നത്തെ കാലത്ത് ഡൈ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഡ്രീം ഫെയറിനെ പറ്റിയൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ഈ ജെഹേറിസിൻ്റെ കാലത്തേക്ക് കുറെ പോയത്. ആ സമയത്ത് ബുക്ക് പിന്നെയും ഞാൻ വായിച്ചപ്പോഴാണ് അവിടെ റേന വന്നിട്ട് ആളുടെ മക്കളെ മേഗോർ ദ ക്രൂവലിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുടി ഡൈ ചെയ്യുമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കറക്ഷനാണ്. ആ കാലത്ത് ഹെയർ ഡൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയറോന്റെ മുടി ഹെയർ ഡൈ ചെയ്തതാവാനും സാധ്യത ഇല്ലാതില്ല. അതിനുശേഷം ഡെയറോണും ഗ്വെയിനും കാണുന്നത് ഓർമ്മന്റെ പിള്ളേരെ വാളിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ്. ഈ കാസലിനൊക്കെ ഒരു ഔട്ടർ ഷെല്ലുണ്ട്, ഔട്ടർ വാളുണ്ട്. അതിന്റെ മേലെയൊക്കെ വാച്ച് പോസ്റ്റുകളും നടക്കാനുള്ള വരികളും ഉണ്ട്. അവിടെ കുട്ടികളെ ഷീൽഡാക്കി കൊണ്ട് നിർത്തുന്നത്. അതായത് ഒരു വാറിൽ അത്രയും വേഴ്സ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും. അത്രയും വേഴ്സ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്കാണ് ഓർമണ്ട് പോകുന്നത്. ടംബിൾ ടൗണിലെ ആൾക്കാരെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു വന്ന ആള് ഈ ഒരു ഇതിലേക്ക് താഴ്ന്നു കഴിഞ്ഞു. ഓർമണ്ടിന് ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ ഓർമണ്ട് കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഉൾഫിനെ എവിടെയും കാണാനില്ല. അപ്പോൾ ഓർമണ്ട് തന്നെ ഇറങ്ങുകയാണ് ഉൾഫിനെ തപ്പാൻ വേണ്ടിയിട്ട്. കാരണം ഉൾഫുണ്ടെങ്കിൽ മാത്രമേ വോർ ജയിക്കുള്ളൂ. അല്ലാണ്ട് ഡേമൺ കെറാക്സീസനെയും കൊണ്ട് വെർമിത്തോറും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ഇത് ജയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഓർമണ്ടിന് ഉൾഫിനെ വേണം, പക്ഷെ കാണാനില്ല. ഡെയറോൺ പിന്നീട് 2 ഇൻസ്റ്റൻസിലെങ്കിലും ഗെയിനോട് പറയുന്നുണ്ട് ഞാൻ ടെസാറിയനെ കൊണ്ട് ബാറ്റിൽ പോവാന്ന്. ഗ്വെയിൻ സമ്മതിക്കുന്നില്ല. വെറുതെ ഗ്ലോറിക്കും ഇനിയും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മരിച്ചിട്ട് കാര്യമില്ല എന്ന് ഗ്വെയിൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഡെയറോണിനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഡെയറോണ് വേറൊരു പ്ലാൻ തോന്നുകയാണ്. അവർ കോർലിസിനെ കൊണ്ടുപോയി എടുത്തിട്ട് ഒരു അലയൻസ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഗ്വെയിൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നു ഡേമൺ ടാർഗേറിയൻ കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് ടെമ്പിൾട്ടണിലേക്ക് പോകാൻ പടച്ചട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഹ്യൂ ഹാമറിന്റെ ഒരു ഗ്ലിംസും കൂടി കാണിക്കേണ്ടത്. ഹ്യൂ ഹാമർ കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് കിങ്സ് ലാൻഡിങ് ഗാർഡ് ചെയ്യേണ്ട ആൾ ടെമ്പിൾ ടൗണിലേക്ക് പോകും. കാരണം എന്താ വെച്ചാൽ ആളുടെ വൈഫ് അവിടെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ആളും കെറാക്സീസും ആ ഒരു ബാറ്റിൽ ഗ്രൗണ്ടിൽ എത്തുമ്പോൾ തന്നെ റോഡി ദ റൂയിനും ഓസ്കാർ ടള്ളിയും ആലിസൺ ബ്ലാക്ക്വുഡും ഒക്കെ സന്തോഷിക്കുന്നത് കാണാം. ഈ ഒരു 3 പേരും ഡേമൺ ഫാൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് ഫോട്ട് അലോങ് സൈഡ് വിത്ത് ഹിം ഇൻ ബാറ്റിൽസ്. ആൻഡ് ബാറ്റിൽ സ്ട്രാറ്റജിയിൽ ഡേമൺ ടാർഗേറിയനെ എന്തുമാത്രം കഴിവുള്ള ഒരാളാണെന്ന് അവർക്കറിയാം. ഇപ്പോൾ സ്റ്റെപ്പ് സ്റ്റോൺസിലെ ബാറ്റിൽ നമ്മൾ കണ്ടാണ് ഒറ്റയ്ക്ക് ബെയിറ്റ് ആവാൻ തയ്യാറായിരുന്നു ഡേമൺ. അപ്പോൾ ഹീസ് വിക്ടറി ഹംഗ്രി. ആൻഡ് ആ ഒരു വിഷൻ, ടണൽ വിഷൻ വന്നു കഴിഞ്ഞാൽ ഡേമൺ നന്നായിട്ട് പ്രവർത്തിക്കുന്നുള്ളത് ഈവൻ ഈ ബാറ്റിലും ഒരു തരത്തിലും ഈ ഒരു ഉൾഫിൻ്റെ ഒരു സീൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് ബാറ്റിൽ ഈസ് എ സ്മൂത്ത് സെയിലിംഗ് വിൻ ഫോർ ഡേമൺ ടാർഗേറിയൻ. ആൻഡ് ദാറ്റ് ഈസ് റെസ്പെക്റ്റബിൾ. ദാറ്റ് മാൻ ഈസ് പുഷിങ് 50 ആൻഡ് ഹീസ് എക്സ്ട്രീംലി പ്രോബ്ലമാറ്റിക് ബട്ട് ഹീസ് ഗുഡ് അറ്റ് ഹിസ് ക്രാഫ്റ്റ്. ആ സമയത്ത് തന്നെ ഒരാൾ വന്ന് പറയുന്നു കോർലിസിനെയും കൊണ്ടൊരു ഹൈറ്റവറിന്റെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് വന്നിരിക്കുന്നത്? നമ്മുടെ ഗ്വെയിൻ ഹൈറ്റവർ കോർലിസിനെ ചങ്ങലയ്ക്കൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കോർലിസിന്റെ ഒരു വിരല് ഓർമണ്ട് കട്ട് ചെയ്തെടുത്തിരുന്നു. നിങ്ങളുടെ ഹാൻഡിനെ ഞാൻ തിരിച്ചു കൊടുക്കാന്ന് ഗ്വെയിൻ പറയുകയാണ്. അപ്പൊ തന്നെ ഡേമൺ കളിയാക്കും ഹാൻഡ് മുഴുവനും ഇല്ലല്ലോ എന്നുള്ള പോലെ. ഇവരുടെ ഒരു പറച്ചിൽ എന്താന്ന് വെച്ചാല് നമുക്ക് ഡേറോണിന് ഓൾഡ് ടൗൺ തൊട്ട് ഐ തിങ്ക് റീച്ച് വരെയുള്ള ഭാഗമായിരിക്കണം കൊടുക്കണമെന്ന് അറിഞ്ഞൂടാ. ഓൾഡ് ടൗണിന് ഡേറൺ ഭരിക്കട്ടെ, ഇപ്പുറത്തുനിന്ന് കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് റെനേറ ഭരിക്കട്ടെ, റെൽം ഡിവൈഡ് ചെയ്യാം. ഗ്വെയിൻ പറയുന്നത് ഏഗോന്റെ കോൺക്വസ്റ്റിന് മുന്നേ നമ്മൾ പീസിലായിരുന്നു, വിച്ച് ഇസ് നോട്ട് ട്രൂ. ഒരു പറ്റം അടികൂടി നടക്കുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു വെസ്റ്റ്രോസ് എപ്പോഴും, എന്നും പ്രശ്നങ്ങളില്ലേ. ഏഗോന്റെ കോൺക്വസ്റ്റിന് ശേഷമാണ് എന്തെങ്കിലും ഒരു യൂണിറ്റി ആ ഒരു ലാൻഡിൽ 7 6 കിങ്ഡംസ്. ഡോൺ നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഡോൺ അതിൽ ചേരാത്തോണ്ട് തന്നെ അവിടെ എന്നും ഒരു പുതിയ വൾച്ചർ കിങ് വന്ന് എന്നും അവിടെ കച്ചറിയാണ്. അപ്പൊ ഈ ഒരു ഇതൊക്കെ നടന്നത് അതിന് മുന്നേ നമുക്ക് പീസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഭരിച്ചുകൂടെ എന്ന് വെക്കുമ്പോൾ ഏഗോണും സൺഫെയറും തിരിച്ചു വന്നൊന്നും നിങ്ങൾ അറിഞ്ഞില്ല വെക്കുമ്പോൾ കോർലിസും ഗ്വെയിനും ഇവരറിഞ്ഞിട്ടില്ല. അപ്പൊ പറയും കോർലിസ് പറയും ഒരു സ്ത്രീക്ക് ഭരിക്കാൻ പറ്റുമോ എന്നുള്ളത് പല ഗ്രേറ്റ് ഹൗസസിനും ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. കോർലിസിന്റെ വായിൽ ഇത് കേൾക്കേണ്ടി വരിക എന്നുള്ളത്. കോർലിസിന്റെ വൈഫായ പ്രിൻസസ് റേനീസിനെ താഴ്ന്നിട്ടാണ് വിസേരിസിനെ പിടിച്ചിട്ട് കിങ് ആക്കുന്നത്. പ്രിൻസസ് റേനീസിനെ ജെഹേറിസിനെ ക്വീൻ ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. കാരണം ജെഹേറിസിന്റെ റൂൾ എന്ന് പറയുന്നത് അത്രയും പീസ്ഫുള്ളും പ്രോസ്പെറസും ആയിരുന്നു. അപ്പൊ അയാൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ റെൽം വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അയാൾ അത് എടുക്കാണ്ട് ഹി വെൻ വിത്ത് പേട്രിയാർക്കി. അതിൻ്റെ ഒരു വിക്ടിമാണ്. അതായത് പ്രിൻസസ് റേനീസിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഓരോ ആക്ഷനിലും ഷീ വാസ് എ നോബിൾ പേഴ്സൺ. ഷീ വുഡ് ഹാവ് ബീൻ എ ഗുഡ് ക്വീൻ.
പക്ഷേ കോർലിസ് അവിടെ സ്വന്തം വൈഫിനെയാണ് ഡിസ് ചെയ്യുന്നത്. എന്നിട്ട് പറയാം നമുക്ക് റേനേനെ ഡെയറോണിന് കെട്ടിക്കാം, അപ്പം എല്ലാം ശരിയാവും എന്നുള്ള പോലെയൊക്കെ. ഡേമൺ ടാർഗേറിയൻ നിരസിക്കുകയാണ് ഈ അലയൻസ്. എന്താന്ന് വെച്ചാൽ ഡേമണിന് അറിയാം ഇവിടെ ഡിസിഷൻ മേക്കർ ഗ്വെയിനോ കോർലിസോ ഒന്നുമല്ല, ഓർമണ്ട് ഹൈറ്റവർ ആണ് എന്നുള്ളത് ഡേമണിന് അറിയാം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഏഗോൺ തിരിച്ചു വന്നാൽ ഇതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല, നിലനിൽക്കുന്ന ക്ലെയിമുകളല്ല. അതുകൊണ്ട് കോർലിസിനെ സ്വന്തം പ്രസിഡന്റായിട്ട് എടുത്തിട്ട് ഗ്വെയിനെ ഞെക്കി കൊല്ലണോ അതോ ഇവിടുന്ന് പോകണോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഗ്വെയിൻ പറയും ഞാൻ ജീവനും കൊണ്ട് ഇവിടുന്ന് പോയിക്കോളാം. അങ്ങനെ ആ ഒരു കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. ഇനി പുസ്തകങ്ങളിൽ ഇതേ ഒരു സജഷൻ വേറൊരാളാണ് കൊടുക്കുന്നത്. ഏഗോണിനും റെനേറയ്ക്കും വേണ്ടിയിട്ട് ആലിസന്റ് ആണ് ഈ ഒരു സജഷൻ കൊടുക്കുന്നത്. എൻ്റെ മകൻ ഓൾഡ് ടൗണിൽ നിന്ന് വരച്ചോട്ടെ എന്നും റെനേർ ഇവിടുന്ന് വരച്ചോട്ടെ എന്നുള്ള രീതിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് നമ്മൾ ഏമണിന്റെ പിന്നെ ഹെറൻ ഹാളിൽ കാണുകയാണ്. ഉറക്കത്തു നിന്ന് ഡ്രാഗൺ വിങ്സിന്റെ ഫ്ലാപ്പിംഗ് കേട്ടിട്ടാണ് ആള് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് വന്ന് പുറത്ത് നോക്കുമ്പോൾ ആള് വേഗാറാന്ന് വിചാരിച്ചിട്ടായിരിക്കും പുറത്തു വന്നുണ്ടാവുക. പുറത്തു വന്ന് നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ സൺഫെയറിന്റെ റൈഡറായ ഏഗോൺ ടാർഗേറിയനും അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഏമണ്ടിനെ തപ്പിയിട്ട്. അപ്പൊ ഏമണ്ട് ഞെട്ടും, കാരണം ഇവനെ കൊന്ന കിൻസ്ലെയർ, ടുസേറിസിനെ കൊന്നത് അക്നോളജ്മെന്റേ ഇല്ല കേട്ടോ ഏമണ്ടിന്. പക്ഷെ ഇവനെ കൊന്ന കിൻസ്ലെയർ ആണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കല്ലേ, കാലിലൊക്കെ വീഴാനൊക്കെ റെഡിയാവും. ഈ ചേട്ടൻ നേരെ വന്ന ഒറ്റ ഒരടിയാണ്. ലൈക്ക് ആളുടെ ഒരു ഓൺ ക്യാരക്ടർ എന്ന് പറയില്ലേ, എത്ര നന്നായാലും ഒരു പരിമിതി ഉണ്ട് ഇവനൊക്കെ നന്നാവണേന്ന് പറയണ പോലെ ആൾ ഓൺ ക്യാരക്ടറാണ്. ഒറ്റ അടി കൊടുത്തിട്ട് പറയാം ഐ എം അലൈവ് ഇംബിസിൽ നിന്ന്. ഏമണ്ട് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു സോറി പറയാനൊക്കെ തുടങ്ങും, ഫോർഗിവ്നെസ്സിന് ചോദിക്കും. ആലിസിനെ ആള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബെട്രോത്ഡ് ആയിട്ടാണ്, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് എന്നുള്ള രീതിയിലാണ് ആലിസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏഗോൺ ആണെങ്കിൽ ഇതെന്താണ് എന്നെ ഫൈറ്റ് ചെയ്യണം നീ, കാരണം ഏഗോൺ ഒരു ബുള്ളി ആയിരുന്നു ഏമണ്ടിന്റെ. റെനേറയുടെ മക്കളെക്കാളും ഏമണ്ടിനെ ബുള്ളി ചെയ്ത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തത്, അതായത് ഈഗോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തത് ഏഗോണിന്റെ ഒരു ബുള്ളിങ് ആണ്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ആലിസന്റിന്റെ മാറിയിട്ടുള്ള കുറച്ച് സെഷൻസ് കിട്ടിയല്ലോ, ലാരിസിന്റെ കയ്യിൽ നിന്നും ആലിസ് റിവേഴ്സിന്റെ കയ്യിൽ നിന്നും. അപ്പൊ ഇവർ രണ്ടുപേരും കുറച്ച് നന്നായിട്ടുണ്ട്. അപ്പൊ ആൾ ഇമ്മീഡിയറ്റ്ലി ഫോർഗിവ്നെസ് ചോദിക്കുന്നു, മറ്റാൾക്ക് ബുള്ളി ചെയ്യുന്നതിൽ ഒരു ഫണ്ണില്ലാത്ത പോലെ. അവർ രണ്ടുപേരും കുറച്ച് നന്നായി, പിള്ളേര് നന്നായി. ഈ ഒരു ആ റെഡ് കീപ്പ്, ആ ഒരു എൻവയോൺമെന്റ്, ഒരു ടോക്സിക് മദർ എല്ലാം മാറിപ്പം പിള്ളേർ കുറച്ചുകൂടി സെൻസ് വെച്ചു അവർക്ക്. ഏഗോൺ പറയും ആദ്യം നമുക്ക് വേഗാറിനെ കണ്ടുപിടിക്കണം, വേഗാറിനെ കണ്ടുപിടിച്ച് ടംബിൾടണിൽ പോകണം, ടംബിൾടണിൽ പോയിട്ട് ഓർമണ്ടിനെയും ഡേറനെയും നിലയ്ക്ക് നിർത്തണം. അത് കഴിഞ്ഞ് കിങ്സ് ലാൻഡിങ്ങിൽ പോയിട്ട് ഞാൻ കിങ് ആവണം, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ഫോർഗിവ് ചെയ്യാം. ഈ ഏഗോണായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആക്ടർ എന്തൊരു കറക്റ്റ് മെറ്റാമോർഫോസിസ് ആണെന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ഏരിയയിൽ നിന്ന് എന്തായിരുന്നു ഏഗോൺ എന്നുള്ളതെന്ന് ഇവിടെ വന്ന് എത്തി നിൽക്കുമ്പോൾ അത് കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിക്കാൻ നമ്മൾ ജെയ്മി ലാനിസ്റ്ററിനെ പോലെ, ജെയ്മി ലാനിസ്റ്റർ തുടക്കത്തിൽ ബ്രാൻ സ്റ്റാർക്കിനൊക്കെ തള്ളിയിടുമ്പോൾ നമ്മൾ ചോദിച്ചു ഭൂലോക വൃത്തികെട്ടവൻ, ഇതിലും വലിയ വൃത്തികെട്ടവൻ ലോകത്തില്ല. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നും ജെയ്മി ലാനിസ്റ്റർ കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു എന്ന്. ഈ ജോർജ് ആർ മാർട്ടിന്റെ എല്ലാ ക്യാരക്ടേഴ്സിനും there is so much good in them, but there is sometimes so much darkness in them, much like us human beings. അപ്പോൾ ആ ഒരു ഇത് കാണിക്കുന്നതിൽ ഈ ആക്ടർ വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇനി ടംബിൾടണിൽ എന്താ നടക്കുന്നത്? ഡേമണിന് മനസ്സിലാവും കെറാക്സീസിനെ വെച്ച് ഗേറ്റ് കരിക്കാൻ പറ്റില്ല, കാരണം വാളില് ഫുള്ളും ഗേറ്റിന്റെ അവിടെയും എല്ലാം കുട്ടികളെയാണ് ഓർമണ്ട് നിരത്തിയിരിക്കുന്നത്. അപ്പോൾ റെനേറേന്റെ ഒരു ഇതെന്താന്ന് വെച്ചാല് ജസ്റ്റായ ക്വീൻ ആയിരിക്കണം, ഒപ്റ്റിക്സ് നമ്മൾ നോക്കണം, നമ്മൾ നല്ലതും പറയണം എന്നൊക്കെ പറഞ്ഞാണല്ലോ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഡേമണ്ട് കെറാക്സിസിനെ വെച്ച് ഒന്നിനും കരിക്കാൻ പറ്റില്ല. ഓസ്കാർ ടേർലി പറയും ഇത്രയും നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് എന്നുള്ളത്, അതായത് കുട്ടികളെ ഉപയോഗിക്കുക എന്നുള്ളത്. ആ കുട്ടികളൊക്കെ കരയുന്നൊക്കെ നമുക്ക് കാണാം, എനിക്കിവിടെ നിൽക്കണ്ടേന്നും പറഞ്ഞിട്ട്. അപ്പം ഡേമൺ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റോഡി ദ റൂയിനെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കും, നിങ്ങൾ മരിക്കാൻ വന്നവരല്ലേ, നിങ്ങൾ മരിക്കാൻ വന്നവരാണെങ്കിൽ നിങ്ങൾ ക്വീനിന് വേണ്ടി ഇപ്പോഴും മരിക്കാൻ തയ്യാറാണോ എന്നുള്ളത്. നോർത്തേണേഴ്സ് ആർ ബിൽഡ് ഡിഫറെന്റ് ഫ്രം ഓൾ ഓഫ് ദ വെസ്റ്റ്രോസ്. കാരണം അവിടുത്തെ കണ്ടീഷൻസ് ആർ എക്സ്ട്രീംലി ഹാർഷ്. വിന്റർ ആദ്യം അവിടെയാണ് വരുന്നത്, അവിടെ സർവൈവ് ചെയ്യാൻ വളരെയധികം പാടാണ്. അവരിപ്പോഴും ആരാധിക്കുന്നത് ഓൾഡ് ഗോഡ്സിനെയാണ്, അവരുടെ ട്രഡീഷൻസ് എല്ലാം കുറച്ച് പഴക്കമേറിയതാണ്. അതിൽ തന്നെ വിന്റർ വൂൾസിന്റെ ട്രഡീഷനിൽ നോർത്തിലെ എക്സ്ട്രീം വിന്റേഴ്സ് വരുമ്പോൾ അവിടെയുള്ള ഓൾഡ് മെൻ ദേ വാക്കിംഗ് ടു സ്നോ, അതായത് അവർ സ്നോയിലേക്ക് നടന്നു പോയിട്ട് സ്വയം മരിക്കുന്ന ഒരവസ്ഥ. എന്തിനാന്ന് വെച്ചാൽ വീട്ടിലുള്ള യങ്ങർ ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ അപ്പോൾ ഭക്ഷണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വിന്റർ വുൾസ് എന്ന് പറയുന്ന ആൾക്കാർ നോർത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരല്ല, അവർ മരിക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഡേമൺ അവർക്ക് കൊടുക്കുന്ന ടാസ്ക് ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ ഗേറ്റ് ഉള്ളിൽ നിന്നും തുറക്കുന്നത് വരെ ജീവനോടെ ഇരിക്കാനാണ്. ആൻഡ് ദ സീൻ വെർ ദേ സ്റ്റാർട്ട്
ദെയർ ബാറ്റിൽ ക്രൈ, അവര് ഡ്രമ്മ് പോലെ സ്വന്തം പരിചകളിലടിച്ച് കാലും വെച്ചിട്ടൊരു എക്കോ ഉണ്ടാക്കുന്നുണ്ട്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് സീൻ ഇൻ TV ഹിസ്റ്ററി എന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ ആ കുട്ടികൾ കരയുന്നത് കാണാം. അത് കഴിഞ്ഞ് അവരുടെ മരണത്തിലേക്ക് ഓടുന്നത്, അമ്പുകൾ, കല്ലുകൾ, ഹോട്ട് ഓയിൽ എന്ന് തുടങ്ങി മരിക്കുന്നതാണ്. പക്ഷെ ദേ ആർ വില്ലിങ് ടു ഡൈ, ദേ ആർ റെഡി ടു ഡൈ, നോട്ട് ജസ്റ്റ് ഫോർ ദ ക്വീൻ, ബൈ പ്രിൻസിപ്പിൾ ദേ ആർ വയേർഡ് ലൈക്ക് ദാറ്റ്. Truly Northerners are extremely different to what the whole of Westeros is. അങ്ങനെ റോഡി ദ റൂയിൻ ഫൈനലി ആ ഒരു വാളിൻ്റെ ഉള്ളിൽ കയറി പറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്താണെങ്കിലോ ഓർമണ്ടും ജോൺ റോക്സ്റ്റനും ഉൾഫിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓർമണ്ട് സ്വയം ഇറങ്ങി ഉൾഫിനെ വീണാന്തരം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോയ് വന്ന് ഇൻഫോം ചെയ്യും, കോർലിസും ഗുവെയിനും പറഞ്ഞ അലയൻസ് അവർ വേണ്ടെന്ന് പറഞ്ഞു. ഇവർ എന്ത് അലയൻസ്, എന്തേലാട്ടെ എന്ന് പറഞ്ഞ് ഉൾഫിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് എന്താ നടക്കുന്നത്, ഡേമണ്ട് എടുത്ത് പറയുന്നു ഉൾഫിനെ കാണാനില്ല. അപ്പോൾ ഉൾഫാണ് ഇവരുടെ ബാക്കിന്ന് ഇവരെ സംരക്ഷിക്കേണ്ടത് ഉൾഫാണ് ഈ ഒരു ആർമിയുടെ എന്താ പറയുക ഫോർമേഷനിൽ. അപ്പോൾ ഡേമൺ പറയും ഡ്രാഗണിന്റെ അപ്പുറത്തില്ലേ നോക്കൂ. ഇല്ല, ഡ്രാഗണിന്റെ അപ്പുറത്ത് ഉൾഫില്ല എന്ന് പറയും. പക്ഷെ അപ്പോൾ ആ സമയത്ത് തന്നെ വെർമിത്തോർ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഡേമൺ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഇവിടെ എന്താണ് നടക്കണമെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു സീൻ കിട്ടും. കെറാക്സീസ് എന്ന് ഡേമൺ പറയുന്നു, സോൾജേഴ്സ് പാർട്ടി ചെയ്യുന്നു, കെറാക്സീസ് ക്യാറ്റ് വാക്ക് ഒക്കെ ചെയ്ത് ഡേമന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കാണുന്നത് ഡേമൺ കെറാക്സിസിൽ കയറിയിട്ട് ആ ഗേറ്റ് ചുട്ടരിക്കാൻ പോവാണ്. ഗേറ്റിന്റെ പുറത്തേക്ക് ഈ ഒരു ഹൈറ്റവേഴ്സ് ചെയ്യുന്ന നാറിയ കളി എന്താന്ന് വെച്ചാൽ അവർ കുട്ടികളെ പുറത്തേക്ക് വിടുകയാണ്. കുട്ടികളെ പുറത്തേക്ക് വിട്ട് നിരത്തുകയാണ്. അപ്പോൾ ഡേമൺ അവരോട് പറയും മാറാൻ. ഒരു വിധപ്പെട്ട എല്ലാവരും ഓടിപ്പോവും, 2 പിള്ളേരും ഓടില്ല. ഡേമൺ ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യും. എന്നിട്ട് ഡ്രക്കാരസ് പറയും അവിടെ ഹെലേനയുടെ ഒരു കുഞ്ഞുണ്ട്, ജനിക്കാത്ത കുഞ്ഞ് മേലോർ. അവിടെ റെനേറ ബേസിക്കലി ആ കുഞ്ഞിനെ കൊല്ലുന്ന പോലെയാണെങ്കിൽ ഇവിടെ ഡേമണും കുഞ്ഞുങ്ങളെ കൊല്ലേണ്ട ഒരവസ്ഥ വരെയാണ് എന്നുള്ളത് കാണിക്കുന്നു. അവിടെ റെനേറ പുഷ്ഡ് ഹെലേന ടു ഹെർ ഡെത്ത്. ഇവിടെ ഡേമൺ ഓൾറെഡി കിൻസ്ലെയർ ആണെന്ന് ലേറ്റർ ഇൻ ദ എപ്പിസോഡ് ജോൺ റോക്സ്ബി പറയുന്നുണ്ട്. എഗെയിൻ ഈ ഷോ റണ്ണേഴ്സിന് ഇഷ്ടമുള്ള കാര്യമാണ് പാരലൽസ് കാണിക്കാൻ. ഇങ്ങനൊരു പാരലൽ എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നിട്ട് കെറാക്സിസ് കേറ്റ് പൊളിച്ച് ഉള്ളിലേക്ക് വരുന്ന, തല മാത്രമേ കൊള്ളുള്ളൂ, അത് ഉള്ളിലേക്ക് വരുന്ന ഒരു സീനൊക്കെ കിട്ടില്ല സീനാണ്. അത് ഫൺ, അതായത് ഡ്രാഗൺസിൻ്റെ ഒരു ബാറ്റിൽ, ആ ഒരു ഫൺ അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാറ്റിലിൻ്റെ ഫൺ ഒക്കെ കാണിക്കുന്ന. ഒരുപാട് പേര് മരിച്ചു. വാട്ട് ഫൺ, നോട്ട് ഫൺ ഫോർ ദെം, ഫൺ ഫോർ അസ് ടു വാച്ച്. അമ്മേ, നമ്മൾ അങ്ങനെ ഒരാൾക്കാർ മരിക്കുന്നതിൽ ഫൺ കാണുന്നത്, ഷോ നമ്മളൊക്കെ ഈവിളാണെന്നൊക്കെ എനിക്ക് തോന്നിയൊരു പോയിന്റിൽ. പക്ഷെ എനിക്കത് ഫണ്ണായിട്ട് തോന്നിയില്ല. എനിവേ ഐ എം സ്പൈറലി. എനിവേ അങ്ങനെ ഓർമണ്ട് ഉൾഫിനെ കണ്ടുപിടിക്കും. ഉൾഫ് ഒരു കക്കോസിന്റെ മേലെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഈ കള്ളൊക്കെ കുടിച്ച് അവിടെ പോയിട്ട് ഉറങ്ങിപ്പോയി. ഓർമണ്ടിന് അപ്പത്തേനും ഓക്കാനം വരും. എന്നിട്ട് ഓർമണ്ട് ഉൾഫിനെ ഇട്ടിച്ചിരി ചവിട്ടി തേക്കുന്നുണ്ട്. ഡേമൺ ഒന്നും ഉൾഫിനെ അത്രയും മോശമായിട്ട് ട്രീറ്റേ ചെയ്തിട്ടില്ലാന്ന് തോന്നും. കാരണം ഞാൻ പറയുന്നത് കേക്ക് എന്നും പറഞ്ഞ് ചവിട്ടി തേക്കുകയാണ് ചെയ്യുന്നത്. ഡേമണ്ണെ ആണെങ്കിലോ എന്താണ് ഉണ്ടാവണത്, അവിടെ ഓരോരുത്തരെയായിട്ട് ഫൈറ്റ് ചെയ്ത് പോകുമ്പോൾ ഹാമറൊക്കെ എടുത്ത് ഓടിപ്പോന്ന് കാണും. ക്യാറ്റ് എന്ന് വിളിച്ചിട്ട് ഡേമൺ ഇവനെന്ത് ഇവിടെ എന്നുള്ള രീതിയിൽ നോക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഡേമൺ ജോൺ റോക്സ്ബീനെ ഫേസ് ചെയ്യാണ്. കിൻസ്ലെയർ, ഹീത്തൻ എന്നൊക്കെ വിളിച്ചിട്ടാണ് ആൾ വരുന്നത്. അവർ ആക്ച്വലി ഡേമണിനെ ഒരുപാട് പേര് പറയാറുണ്ട് ഹീസ് പുഷിങ് 50, പ്രായമുള്ള ഒരാളാണ്. ജോൺ റോക്സ്ബിയും പക്ഷെ പ്രായമുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ദേ ആർ ഈവൻലി മാച്ച്ഡ് ആൻഡ് ജോൺ റോക്സ്ബി സീംസ് ലൈക്ക് എ ബെറ്റർ ഫൈറ്റർ ദാൻ ഡേമൺ. ഡേമൺ സീംസ് ടു ബി സ്ട്രഗ്ലിംഗ്. അറ്റ് വൺ പോയിന്റ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഡേമണിൻ്റെ കണ്ണ് അയാൾ ചൂഴ്ന്നെടുക്കും. ഡേമണിൻ്റെ കണ്ണ് പോയ പോലെ ഡേമണിൻ്റെ കണ്ണ് അയാൾ ചൂഴ്ന്നെടുക്കും എന്നുള്ളത്. അങ്ങനെ ആ ഫൈറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉൾഫ് കയറിയിട്ട് പോയിട്ട് ആളുടെ ഡ്രാഗണുമ്പോൾ പോയി കയറും. എന്നിട്ട് അവരെ പിറകിൽ നിന്ന് സംരക്ഷിക്കേണ്ടിയിരുന്ന സിൽവർ വിങ്ങിനെയും കൊണ്ടിട്ട് ഉൾഫ് വന്നിട്ട് അവരെ ഡ്രക്കാരസ് അങ്ങ് പറഞ്ഞ് കരിക്കാൻ അങ്ങ് തുടങ്ങും. ചറ പറയുന്ന അങ്ങോട്ട് കരിക്കാൻ തുടങ്ങും. റോഡി ദ റൂയിൻ ഈസ് ചേസിങ് ഓർമണ്ട് ഹൈറ്റവർ. ലിറ്ററലി ആളെ സ്റ്റോക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ വൻ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഓർമണ്ട് ഒരു കത്തി എടുത്തിട്ട് റോഡി ദ റൂയിൻ്റെ കൈ വെട്ടുമ്പോൾ പക്ഷെ അതിന് വന്ന് ചോരയെന്ന് ഓർമണ്ടിന്. ഞാനിത് മുന്നേ പറഞ്ഞു, ഓർമണ്ട് ഒരു ബാറ്റിൽ ഫീൽഡിൽ ഒട്ടും സർവൈവ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരാളാണെന്ന്. കാരണം മിണ്ടിയ എന്ത് മണം വന്നാലും, എന്തൊരു ഡിസ്കസ്റ്റിംഗ് ആയ ഒരു സാധനം വന്നാലും ഛർദ്ദിക്കാൻ പോകുന്ന ഒരാൾക്ക് ബാറ്റിൽ ഫീൽഡിന്റെ ഗോറി എന്ന് പറയുന്നത് അത്ര കഠിനമായിരിക്കും. ഇമ്മീഡിയറ്റ്ലി ഓർമണ്ട് ഛർദ്ദിക്കുന്നു. റോഡി ദ റൂയിൻ ആ സമയം കൊണ്ട് തന്നെ ഓർമണ്ടിനെ നല്ലപോലെ പിറകിൽ നിന്നും കുത്തുന്നു. ആ സമയത്ത് ഓർമണ്ട് ഉൾഫിന് മേലെ സിൽവർ വിങ്ങിൽ കാണുകയാണ്.
വുൾഫ് ഗോസ് ഫുൾ ഓൺ ഡെനേറിസ് മോഡ്. ഐ വിൽ ബേൺ ദം ഓൾ എന്നുള്ള പോലെ. അപ്പോൾ ഓർമണ്ടിനെ കാണുമ്പോൾ സിൽവർ വിങ് നേരെ ഡ്രക്കാരിസ് പറഞ്ഞു വരുന്നു, റോഡി ദ ബ്രൂയിൻ ഈസ് എൻജോയിങ് ദാറ്റ് ടു എന്നുള്ള രീതിയിൽ. അതോടെ ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ഓർമണ്ട് ഹൈറ്റവർ. ഓർമണ്ട് ഹൈറ്റവറിന്റെ കാലം അവിടെ അവസാനിച്ചിരിക്കും. എന്നിട്ട് പിന്നെ ഉൾഫ് വൻ ചെറ്റത്തരം കാണിക്കും. എന്താന്ന് വെച്ചാൽ ടംബിൾ ടൗണിന്റെ ഉള്ളിലേക്ക് വെറുതെ ആൾക്കാരെ ഡ്രക്കാരസ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോളം ഇങ്ങോളം ഡെനേറിസ് ചെയ്ത പോലെ തന്നെ ലൈക്ക് എ പേജ് ഫ്രം ഷോർ ഡെനേറിസ് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കരിക്കും. ഡേമണൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ജനം കരിഞ്ഞ് പിരിഞ്ഞ് ആ ഒരു കരിക്കുന്നതിൽ കുറേ അധികം ബിൽഡിങ് വീഴുമ്പോൾ ഡേമൺ അവിടെ നിന്ന് ജോൺ റോക്സ്ബിയുടെ അടുത്ത് നിന്ന് കഷ്ടിച്ച് കഴിച്ചിലാവും. ജോൺ റോക്സ്ബീൻ്റെ ഐ തിങ്ക് ഡേമൺ വുഡ് ഹാവ് ഹാഡ് എ വെരി ബാഡ് കോൺസിക്വൻസ് ഇഫ് ദാറ്റ് ഹാഡ് ആൻ ഹാപ്പൻ. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വേറൊരു സീന് കാണും. സിൽവർ വിങ്ങിന് പോയിട്ട് കെരാക്സീസ് ചേസ് ചെയ്ത് ഓടിക്കുന്നത്. അതായത് കെരാക്സീസിന് ആരും കമാൻഡ് കൊടുത്തിട്ടൊന്നുമല്ല. കെരാക്സീസ് എന്നുള്ള ഡ്രാഗൺ ഇസ് സോ അറ്റ്യൂൺ ടു ഹിസ് റൈഡർ. ദേ ഹാവ് ലൈക്ക് അൺറിയൽ ബോണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. സിൽവർ വിങ് റൈഡർ ഉൾഫുള്ള ആളാണ്. ആളെ കെരാക്സിസ് ചേസ് ചെയ്ത് ഓടിക്കുന്നത്. ആളുടെ പിറകിൽ വെർമിത്തോറ് കെരാക്സിസിനെ ചേസ് ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വെർമിത്തോറിന്റെ റൈഡറിനെ പോലെ വെർമിത്തോറും കെയർസ് അബൌട്ട് ഹിസ് വൈഫ് ആൻഡ് ഈസ് ട്രൈങ് ടു റെസ്ക്യൂ ഹെർ ഫ്രം ദാറ്റ് ബാഡ് സിറ്റുവേഷൻ. അതിനുശേഷം ഹ്യൂ ഹാമർ എന്താ ചെയ്യുന്നത്? വെർമിത്തോറിന്റെ റൈഡർ ആള് കാറ്റിന്റെ വീട്ടിൽ പോയി കാറ്റിനെ അൺകോൺഷ്യസ് ആണോ ഡെഡ് ആണോ നമുക്കറിയില്ല, അത് കണ്ടിട്ട് അലറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗ്വെയിൻ ഹൈറ്റവർ വാർ സർവൈവ് ചെയ്തു. കണ്ണ് തുറന്ന ഉടനെ ഹീസ് ആസ്കിങ് ഫോർ ഡെയറും. ആലിസന്റിനേക്കാളും ആ മോനോട് സ്നേഹമുണ്ട് ആലിസന്റെ അനിയന്. ഇനി പുസ്തകത്തിൽ ടെമ്പിൾ ടൗണിലെ ബാറ്റിൽ ആദ്യത്തത് എങ്ങനെയാണെന്ന് പോകുന്നത് നോക്കാം. ഇത് ബ്ലാക്സിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ആണ്. ആ ബ്ലാക്സിന്റെ സ്ട്രോങ് ഹോൾഡ് ഓർമണ്ട് ഹൈറ്റവർ വന്നിട്ട് ടെസാരിയൻ, അവർക്ക് ഡ്രാഗൺ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ വന്നിട്ട് അത് പിടിച്ചടക്കുന്ന രീതിയിലാണ്. ടെമ്പിൾ ടൗൺ സംരക്ഷിക്കേണ്ടിയിരുന്ന ഹ്യൂ ഹാമറും ഉൾഫും തിരിയാണ് അവിടുന്ന്. അവര് ബ്ലാക്സിന്റെ ഇവിടുന്ന് മാറിയിട്ട് ഗ്രീൻസിലേക്ക് ചേരുന്നു. അതോടുകൂടിയിട്ട് സർ ഗാരിബൽ ഗ്രേ എന്ന് പറഞ്ഞ ആ ഒരു ഇത് സംരക്ഷിച്ചിരുന്ന ആളൊക്കെ മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ടെമ്പിൾ ടൗണിൽ പോകുന്നത്. അതിനുശേഷം ഡേമൺ ടാർഗേറിയൻ എന്ന് പറയുന്ന ഒരാൾ ആ സമയത്ത് ടെമ്പിൾ ടൗണിൽ ഇല്ല തന്നെ. ഡേമൺ എന്തിനാണ് പോയിരിക്കുന്നത് വെച്ചാൽ നെറ്റിൽസിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. മെയ്ഡൻ പൂളിലാണെന്ന് തോന്നുന്നു, അങ്ങടേക്ക് പോയിരിക്കുകയാണ്. അവിടുന്നാണ് റെനേറിയും ഡേമണും തമ്മിലുള്ള ഒരു അകൽച്ച തുടങ്ങുന്നത്. കാരണം റെനേറയ്ക്ക് ഡ്രാഗൺ സീഡ്സിനെ എല്ലാവരെയും സംശയമായി മാറുമ്പോൾ നെറ്റിൽസിനെയും സംശയമാവും. ഡേമൺ ഹാഡ് എ സോഫ്റ്റ് കോർണർ ഫോർ നെറ്റിൽസ്. അതുകൊണ്ട് ഡേമൺ ആളെ വാൺ ചെയ്യാൻ പോയിരുന്നതായിരിക്കും. അതിന്നാണ് ഡേമണും റെനേറയും തമ്മിലുള്ള അകൽച്ചയും തുടങ്ങുന്നത്. കൊറോണേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന റെനേറേനെ എലിൻഡ മാസ് ഇൻഫോം ചെയ്യുന്നു, ഹെലേന ഹാസ് ജംപ്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അതായത് നമ്മളെ ടോമൻ ലാനിസ്റ്റർ പോയ അതേ വിൻഡോ തന്നെയാണിത്. ഇങ്ങനെ ആളവിടെ പോകുന്നു. ആളവിടെ പോകുമ്പോൾ ആ ടേപ്പിസ്ട്രി ആൾ എംബ്രോയിഡറി ചെയ്ത ഒരു സാധനം ആ വിൻഡോയിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ആൾ എടുത്തു നോക്കുമ്പോൾ ഹെലേനയുടെ ഡെത്ത് ഹെലേന പ്രെഡിക്റ്റ് ചെയ്ത് അതിൽ എംബ്രോയിഡറി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിലുള്ള എംബ്രോയിഡറി ആ ഒരു അയൺ ത്രോണിലിരിക്കുന്ന റെനേറ ടാർഗേറിയൻ, ബ്ലഡ് കമ്മിങ് ഫ്രം ഹെർ ഹാൻഡ്സ് ആൻഡ് ഐസ് ആൻഡ് എവരിവെയർ ആൻഡ് പീപ്പിൾ ആൻഡ് ഡ്രാഗൺസ് ബേണിംഗ് ബിഹൈൻഡ് ഹെർ. ആൾ ചോദിച്ച ആൻസർ ഈസ് റൈറ്റ് ദെയർ. പക്ഷേ റെനേറ ചോസസ് ടു ഇഗ്നോർ ഇറ്റ്. ആള് ഇമ്മീഡിയറ്റ്ലി ആ ഒരു വിൻഡോ ഷട്ട് ഡൗൺ ചെയ്യാം. അതായത് ആ ഒരു ജനലിലൂടെ നോക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അത് ആളുടെ റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനോ ആൾക്ക് താല്പര്യമില്ല. പിന്നെ നമ്മൾ ആലിസന്റിനെ കാണുന്നു. ആലിസന്റ് എവിടെ ഒരു വുഡ്സിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആലിസന്റ് വിചാരിക്കുന്ന എയ്മണ്ട് മരിച്ചു എന്നായിരിക്കുമല്ലോ. എയ്മണ്ട് മരിച്ചെങ്കിൽ പിന്നെ സേഫായിട്ട് തിരിച്ച് കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോകാൻ കൂടെ വന്ന് മറ്റാൾക്കാരുടെ കൂടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് ആലിസന്റ് നോക്കുമ്പം ഒരുപാട് ബട്ടർഫ്ലൈസിനെ കാണിക്കുകയാണ്. ജോർജ് ആർ മാർട്ടിൻ പറഞ്ഞ കാര്യം ബട്ടർഫ്ലൈ ഇഫക്റ്റ് നിങ്ങൾ വരുന്ന മേലോറിനെ ഇൻക്ലൂഡ് ചെയ്യാണ്ട് ഹെലേനയ്ക്ക് വരുത്തിയ മാറ്റങ്ങളിൽ നിങ്ങൾ ആ സ്റ്റോറിയിൽ ഒരുപാട് ബട്ടർഫ്ലൈ ഇഫക്ട്സ് വരുത്താൻ പോകുന്നുണ്ട്. അത് പിന്നീട് നല്ലതായിരിക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് ക്രിയേറ്റേഴ്സ് ഇപ്പോഴും വിട്ടിട്ടില്ല. ആലിസന്റ് കാണുന്ന ബട്ടർഫ്ലൈസ് ഹെലേനയുടെ ഒരു മരണത്തോട് കൂടിയിട്ട് ആ എഫക്റ്റ് അവിടെ അവസാനിച്ചു എന്നുള്ളതും ആലിസന്റിനോടും മകൾ പറയുന്ന ലാസ്റ്റ് ഗുഡ് ബൈ ആയിട്ടും കൂടി ഇന്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് സ്പോയിലേഴ്സിനും ജനറൽ തോട്ട്സിലേക്കും എന്താണ് ഈ ഫിനാലിനെ പറ്റിയുള്ള ജനറൽ തോട്ട്സ് എന്നുള്ളതും കൂടി നോക്കാം. ഐ എം പേഴ്സണലി നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ദ ഫിനാലെ. എനിക്ക് ഓക്കെ എന്ന് മാത്രമേ തോന്നുള്ളൂ. അത് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പോയിന്റ് ആയിരിക്കാം. ഓവറോൾ ഇറ്റ് വാസ് എ വെൽ ഫ്ലഷ്ഡ് ഔട്ട് ഫിനാലെ. പക്ഷേ ഇനിയും റയാൻ കോണ്ടലും ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ഇനി അധികം ഇതിൽ ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇവർ ഇപ്പോൾ
ഈ ഒരു സീസണിൽ ഇനി 8 എപ്പിസോഡിൽ, പിന്നെ ഈ ഒരു റൈറ്റേഴ്സിൻ്റെ സ്ഥിരം ശീലം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 2 എപ്പിസോഡ് നല്ലതായിരിക്കും, ഒരു 3 എപ്പിസോഡ് നല്ലതായിരിക്കും, അത് കഴിഞ്ഞുള്ള എപ്പിസോഡൊക്കെ വലിപ്പിക്കും, അത് കഴിഞ്ഞ് ഫിനാലയിൽ എന്തെങ്കിലും ഒരു ഭയങ്കര കാര്യമായിട്ട് തന്നിട്ട് ഇവർ വിടും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ എത്രത്തോളം നമുക്ക് കൺവിൻസിങ് ആയിട്ട് ഇത് എൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയില്ല, നമുക്ക് കണ്ടിരുന്ന് കാണാം. പിന്നെ റെനേറേനെയും സെർസിനെയും പലരും പാരലൽസ് ആയിട്ട് പറയുന്നുണ്ട്. റെനേറ ഈസ് നോവെയർ നിയർ സെർസി. സെർസി ഈസ് എ വെരി മീൻ ക്യാരക്ടർ, പക്ഷെ സെർസി വാസ് എ ബാഡ് ആസ്. സെർസിന്റെ കയ്യിലായിരുന്നു ഈ സാഹചര്യങ്ങൾ വന്നിരുന്നതെന്നുണ്ടെങ്കിൽ സെർസി ഒരു 5 ദിവസത്തിൽ പരിപാടി എല്ലാം തീർത്തേനെ, എല്ലാവരും മരിച്ചേനെ. ആലിസന്റിനൊന്നും ആരും ഉണ്ടാവില്ല ബാക്കി. സെർസിന്റെ മക്കളെ ബാസ്റ്റർഡ് എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കുക. സെർസിന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു ഇതിൽ തോന്നിയത് ഓൾ ഓഫ് ഹെർ കാർഡ്സ് വർ ഡെൽറ്റ് ലൈക്ക് ഇൻ എ ബാഡ് വേ. റോബർട്ട് ബരാത്തിയുടെ കല്യാണമോ അല്ലെങ്കിൽ ജെഫ്രി എന്നുള്ള മകന്റെ ക്യാരക്ടറോ അയാളുടെ മൂത്ത മകന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എല്ലാം വെച്ചിട്ടും എല്ലാ തരത്തിലും നല്ല രീതിയിൽ കാര്യങ്ങൾ പോവാത്ത ഒരാളായിട്ട് പോലും ഷീ വാസ് ദാറ്റ് പേഴ്സൺ, ഷീ വാസ് ദാറ്റ് ഗേൾ ഹൂ വാസ് ലൈക്ക് കോൺഫിഡൻറ്റ്, ഹൂ ന്യൂ വാട്ട് ടു ഡു, ഹൂ വാസ് ഷുവർ ഓഫ് ഹെർസെൽഫ്. അപ്പോൾ സെർസിയും റെനേറയും തമ്മിലൊരു കമ്പാരിസണേ ഇല്ല എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്പോയിലേഴ്സിലേക്ക് പോവാം. ഒന്നാമത്തത് മൈസാരിയൻ്റെ ഡെത്തിനെ പറ്റിയിട്ടുള്ളതാണ്. മൈസാരിയ സ്മോൾ ഫോക്കിന്റെ കയ്യിൽ നിന്നാണ് മരണപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കണം അവർ സിൽവീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മൈസാരിയ വിൽ ട്രൈ ടു ഇഗ്നൈറ്റ് പീപ്പിൾ എഗെയിൻസ്റ്റ് റെനേറ, പക്ഷെ അൾട്ടിമേറ്റ്ലി സിൽവിയുടെ ഒരു ഇടപെടലിലോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ദേഷ്യത്തിലോ ഒരു ഔട്ട് ഓഫ് ടച്ച് ആയിരിക്കും കുറച്ച് മൈസാരിയ ഇനി ഇത്രയും കാലം സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട്. ആ ഒരു ഇതിൽ സിൽവിയുടെ ഒരു ഇടപെടലിലായിരിക്കും മൈസാരി മരിക്കുന്നതെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ആ സിൽവി എന്നുള്ള ക്യാരക്ടറിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നത്തെ കാര്യം, നെറ്റിൽസിന്റെ സ്റ്റോറി കംപ്ലീറ്റ്ലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ബേല ഇപ്പോൾ ഓൾറെഡി റെനേറേൻ്റെ എതിരെ സ്റ്റാൻഡപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബേലയോ റേന ഇനി ഓടിപ്പോവാൻ ഷീപ്പ് സില്ലറിൻ്റെ സാധ്യതയുണ്ടായിരിക്കും. അപ്പോൾ ബേലയോ റെനേറേൻ്റെ എതിരെ സ്റ്റാൻഡപ്പ് ചെയ്യുകയും അവിടെ സ്വന്തം മക്കൾക്കെതിരെ സ്റ്റാൻഡപ്പ് ചെയ്യുന്നതുകൊണ്ട് ഡേമൺ റെനേറയ്ക്കെതിരെ അവരുടെ ഇടയിൽ ഒരു അകൽച്ച ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം ബുക്സിൽ നെറ്റിൽസിന്റെ കൂടെ ഡേമൺ നിൽക്കുന്നതുകൊണ്ടാണ് അകലുന്നത്. ഇവിടെ സ്വന്തം മക്കളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും റെനേറയും ഡേമണും അകലാൻ പോകുന്നത്. ചിലപ്പോൾ ആലിനും റെനേറയും അകലാനും ഇതൊരു കാരണമായിരിക്കാം. പിന്നത്തെ കാര്യം, ഏഗോൺ സൺഫെയറിനെ വെച്ച് ചുട്ടരിച്ചാണ് റെനേറയുടെ മരണം എന്നുള്ളതാണ്. അത് ജെഫ്രി ലാനിസ്റ്റർ ഓൾറെഡി സ്പോയിൽ ചെയ്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഷോ റണ്ണേഴ്സിന് റെനേറ എന്നുള്ള ക്യാരക്ടറിനോട് വളരെയധികം സോഫ്റ്റ് കോർണർ ഉണ്ട്. അപ്പോൾ മിക്കവാറും ഏഗോൺ സൺഫെയറിൻ്റെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ടായിരിക്കും മരണം എന്ന് എനിക്ക് തോന്നി, റാദർ ദാൻ ഗിവിങ് ഹെർ എ വെരി ബ്രൂട്ടൽ ഡെത്ത്. ഇനി ആലിസ് റിവേഴ്സിന് എന്തിനാണ് ഏമണ്ടിൻ്റെ അടുത്തു നിന്നുള്ള ഒരു സണ്ണിൻ്റെ ആവശ്യം? അതായത് ആൾ വന്നപ്പോൾ തൊട്ട് ഏമണ്ടിൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് കുട്ടികൾ വേണം, നമുക്ക് ഇൻ ദിസ് മൊമെന്റ് ഐ ഗിവ് യു എ സൺ, ഒരു മകൻ തന്നെ വേണമെന്ന് ആലിസ് റിവേഴ്സിനൊരു നിർബന്ധമുണ്ട്. ആലിസ് റിവേഴ്സിന്റെ മകൻ ആദ്യം മരിക്കുന്നത് ബെലേറിയൻ ദ ബ്ലാക്ക് ഡ്രെഡിന്റെ ഡ്രാഗൺ ഫയറിൽ നിന്നാണ്. ഡ്രാഗൺ ഫയറിൽ നിന്നും ഇഞ്ചുറി ഏറ്റ കുട്ടിയെ മരണത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മരിക്കാതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആലിസ് മാജിക് ഉപയോഗിക്കുന്നത്. ആ മാജിക് ഉപയോഗിച്ചതിൽ ആളെ മകൻ മരിച്ചു പോകുന്നു. ആലിസ് റിവേഴ്സ് മരിക്കാൻ സാധിക്കാണ്ട് റിവർ ലെൻസിൽ സ്റ്റക്കായിട്ടിരിക്കുന്നു. അപ്പോൾ അനദർ ഡ്രാഗൺ ലോർഡിന്റെ സീഡ് കിട്ടിക്കഴിഞ്ഞാൽ, അവരുടെ ഒരു മകൻ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് ഈ കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഒരു വാദം. അതുകൊണ്ടായിരിക്കും ആൾ ഏമണ്ടിൻ്റെ അടുത്ത് നിന്നൊരു മകനെ കിട്ടാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ ഒരു ഏരിയയ്ക്ക് ഇനിയും ഹാരൻ ഹോളിലും ഡ്രാഗൺസും ഓൾഡ് ഗോഡ്സും ഒക്കെ ആയിട്ട് ഇനിയും കണക്ഷൻ ഉണ്ട്. ഹാരൻ ഹോളിൽ വെച്ചിട്ടാണ് ആദ്യം വെസ്ട്രോസിൽ ഒരു ഡ്രാഗൺ മറ്റൊരു ഡ്രാഗണിനെ കൊല്ലുന്നത്. ആ ഗോഡ്സെ ലേക്കിൻ്റെ മേലെ വെച്ചിട്ട് തന്നെയാണ് ബെലേറിയൻ ദ ബ്ലാക്ക് ട്രെഡിൽ മേഗോർ വന്നിട്ട് ആളുടെ ഏട്ടൻ്റെ മകനെ ആയ ഏഗോണിനെയും ക്വിക്ക് സിൽവറിനെയും അവിടെ വെച്ചിട്ടാണ് കൊല്ലുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയ്ക്ക് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസും കൂടി ഉള്ളത് കൊണ്ടായിരിക്കും ഇനി വരുന്ന കാര്യങ്ങളിലും ഡ്രാഗൺസിനെ എൻഡ് നമ്മൾ കാണാൻ സാധ്യത കൂടി ഉള്ളത് കൊണ്ടായിരിക്കും ആലിസിന് ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ കൊടുത്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദി ബെൽ ഐക്കൺ. ഞാനിത് നേരത്തെ ഇടാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നടക്കുന്ന കാര്യമെല്ലാം തോന്നുന്നു. പക്ഷേ ഡു ലെറ്റ് us know in the comments what you think about the finale episode. ഹൗസ് ഓഫ് ദി ഡ്രാഗൺ നമ്മുടെ ചാനലിൽ ഞാൻ വളരെയധികം എഫേർട്ട് എടുത്ത് വളരെയധികം ഇൻട്രസ്റ്റോടെ ചെയ്യുന്നൊരു കാര്യമാണ്. ഹോൾ ചാനൽ കംസ് അലൈവ് വെൻ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ ഹാപ്പൻസ്. നമുക്ക് ആഗ്രഹമുണ്ട് യൂട്യൂബ് കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ഇഫ് യു ലൈക്ക് അവർ ചാനൽ, if you like our content other than the show itself, please subscribe to our channel and click the bell icon. Bye.